പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കരമുയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ചിരിച്ചോണ്ടൊരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. നമ്മുടെ ദൈവത്തിന് നല്ലവനാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു നല്ല പകൽ കർത്താവ് നമുക്ക് ദാനമായി നൽകി. ഈ വെള്ളിയാഴ്ചയുടെ പകലിൽ ആമേൻ ഹല്ലേലൂയ ഉപവാസത്തോടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം അതേ സഹായിച്ചു. ആമേൻ തത്സമയ പ്രാർത്ഥനയിൽ പങ്കാളിത്തം വഹിച്ച അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ആമേൻ ഏകദേശം ആമേൻ 4000-ഓളം ആളുകൾ ഹല്ലേലൂയ ഈ പകൽ ആമേൻ പ്രാർത്ഥനയിൽ ആമേൻ അതേ പങ്കാളിത്തം ആമേൻ അത് വഹിപ്പാനിടയായി തീർന്നു. ഒപ്പം ഹല്ലേലൂയ അത് ആമേൻ അത് സജീവമായി പങ്കെടുത്ത അനേക പ്രിയപ്പെട്ടവർ ഹല്ലേലൂയ ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ആമേൻ പ്രാർത്ഥിക്കുന്നവരെ സ്വർഗം അറിയുന്നു. ഹല്ലേലൂയ അതേ രഹസ്യത്തിൽ ആമേൻ പിതാവിന്റെ സന്നിധിയിൽ ആമേൻ പ്രാർത്ഥിക്കുന്നവരെ സ്വർഗം അറിയുന്നു. ആമേൻ ഒരുപക്ഷെ ചോദിക്കും, എന്തിനാ ഈ ലൈവിലൂടെ പ്രാർത്ഥിക്കുന്നത്? ഹല്ലേലൂയ ദൈവമക്കളെ, ആമേൻ തങ്ങളെ തന്നെ താഴ്ത്തി ദൈവമുഖം അന്വേഷിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ ആമേൻ അനേകർ ആമേൻ നശിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവർക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നവരുണ്ടോ എന്ന് സ്വർഗം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ അബ്രഹാം തന്റെ സ്നേഹിതനായ ആമേൻ ഹല്ലേലൂയ അബ്രഹാം ദൈവത്തിന്റെ സ്നേഹിതനായ അബ്രഹാം സോദോം നശിക്കുമ്പോൾ ഹല്ലേലൂയ സോദോമിന്റെ നാശത്തിന് മുമ്പ് അതിനെ രക്ഷപ്പെടുത്തുവാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയുന്നു. ആമേൻ ദൈവത്തോട് പ്രാർത്ഥിച്ച ആമേൻ അബ്രഹാമിനെ ഓർത്ത് സഹോദരപുത്രനായ ലോത്തിനെ ആ വലിയ വിപത്തിൽ നിന്ന് വിടുവിക്കുന്നത് ആമേൻ സത്യവേദ പുസ്തകത്തിനകത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നു. സഭയുടെ ശ്രദ്ധേയ പ്രാർത്ഥന ആമേൻ പത്രോസിനെ കാരാഗ്രഹത്തിൽ നിന്ന് വിടുവിക്കുന്നതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. ഹല്ലേലൂയ അങ്ങനെ അനവധി നിരവധി പ്രാർത്ഥന തിരുവചനത്തിൽ ആമേൻ ഭക്തന്മാർ പ്രാർത്ഥിച്ചതായി നമുക്ക് കാണുവാൻ കഴിയുന്നു. അതുകൊണ്ട് പ്രാർത്ഥന നിയോഗമുള്ളവർ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വിഷയങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയുമ്പോൾ ഹല്ലേലൂയ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. അതുകൊണ്ട് അത്രേ തത്സമയ പ്രാർത്ഥനയുമായി ഈ വെള്ളിയാഴ്ച പകൽ കടന്നു വരുവാൻ ഇടയായത്. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ആമേൻ ഞങ്ങളുടെ മാത്രമല്ല സ്നേഹതീര പ്രയർ ഫാമിലി ആമേൻ മെമ്പേഴ്സ് ആയിരിക്കുന്ന എല്ലാവർക്കും അത് വലിയ അനുഗ്രഹവും വിടുതലുമായി തീർന്നിരിക്കുന്നു എന്ന് കേൾക്കുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആമേൻ ഈ പകൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു കൂട്ടായ്മ സ്വർഗത്തിലെ വലിയവനായ ദൈവം നൽകി തന്നു. അതുപോലെ തന്നെ സ്നേഹതീരം പ്രയർ ഫാമിലിയുടെ ബൈബിൾ ക്ലാസുകൾ അനേക കുടുംബങ്ങൾക്ക് അനുഗ്രഹമായി കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ അതുപോലെ സ്നേഹതീരം പ്രയർ സെന്റർ അനുദിന ചിന്ത ഫേസ്ബുക്ക് അക്കൗണ്ടിലൂടെ ഓരോ ദിവസവും ആമേൻ അതേ നടക്കുന്ന ദൈവവചന ശുശ്രൂഷ ആമേൻ ഈ ലൈവ് അനേകരുടെ ജീവിതത്തിൽ വിടുതലിനും അനുഗ്രഹത്തിനും കാരണമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇന്ന് രാത്രിയിലും ഈ ലൈവിലായിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മുഖാന്തരങ്ങളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഈ രാത്രി ഈ ലൈവിൽ വീക്ഷിക്കുന്ന ഈ ലൈവിൽ ആയിരിക്കുന്ന വരും ദിവസങ്ങളിൽ ഈ വീഡിയോ കാണുന്ന വീഡിയോ വീക്ഷിക്കുന്ന ഈ സന്ദേശം ശ്രമിക്കുന്ന എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്തവനുമായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അനുഗ്രഹീതമായ ഈ നല്ല രാത്രിക്കായി നന്ദിയോടെ ഞങ്ങളെ നീ വാഴ്ത്തി സ്തുതിക്കുന്നു. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത തിരുവചനവുമായി ഇന്ന് രാത്രിയിലും ഈ ലൈവിൽ ആയിരിക്കാൻ സ്വർഗത്തിലെ വലിയവനായ ദൈവം ഒരുക്കിയ മകൾ ഭാഗ്യത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. വിശ്വസ്തനും തന്നെ ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവത്തിന് സകലമാനവും മഹത്വവും പുകഴ്ചയും അർപ്പിച്ചുകൊണ്ട് രാത്രി ആരെങ്കിലും ഭാരത്തോടെ വേദനയോടെ നിരാശയോടായിരിക്കുന്നുവെങ്കിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കുവാൻ ഉൾനട്ട ജീവന്റെ വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി ദൈവജനത്തിന്മേൽ പകരുവാൻ അങ്ങ് ശക്തനായ ദൈവമാകയാൽ വചനത്തിന്റെ ആഴങ്ങൾ വചനത്തിന്റെ മർമ്മങ്ങൾ ഇന്ന് രാത്രി വെളിപ്പെടുവാൻ സ്വർഗമിടയാക്കണമേ. ശുശ്രൂഷപ്പാൻ അടിയനെ ശക്തീകരിക്കണമേ. ജനത്തെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. കർത്താവേ, കണ്ണുനീരും ആമേൻ വേദനയും ദുരിതവുമായി കഴിയുന്ന വ്യക്തി ജീവിതങ്ങൾ ആരെങ്കിലും ഇന്ന് രാത്രി ഈ ലൈവിലൂടെ സന്ദേശം ശ്രവിക്കുന്നുവെങ്കിൽ ഈ ലോകം നൽകാത്ത സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നുവെന്ന് പറഞ്ഞ കർത്താവിന്റെ ആ നാമത്തിലുള്ള സമാധാനവും സൗഖ്യവും വിടുതലും ഇന്ന് രാത്രി പ്രാപിപ്പാൻ നമ്മുടെയായി തീരട്ടെ. ബന്ധനമില്ലാത്ത ദൈവവചനത്തിന്റെ ശക്തി നിമിത്തം ഹല്ലേലൂയ ചില പാപികൾ ആമേൻ മാനസാന്തരപ്പെടുവാൻ, രോഗികൾ സൗഖ്യമാകുവാൻ, പിന്മാറ്റക്കാർ മടങ്ങി വരുവാനിടയാകട്ടെ.
ആദ്യോടന്ത പരിശുദ്ധാത്മാവം ദൈവം കൂടെ ഇരിക്കണം. പാടുവാൻ കൃപ ചെയ്യണം. മഹത്വം അവിടത്തേക്ക് അർപ്പിക്കുന്നു. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച യേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. സന്തോഷമുള്ളവർ ചിരിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ശ്രോതാക്കളായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ നാമത്തിൽ വന്ദനം ചൊല്ലിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ട് ചേർന്ന് പാടി നമ്മുടെ കർത്താവിനെ ആരാധിച്ചതിന് ശേഷം ഇന്ന് രാത്രി ആമേൻ ദൈവവചന ശുശ്രൂഷയ്ക്കായി സമയങ്ങൾ വേർതിരിക്കുകയാണ്. തീർച്ചയായും ഇന്ന് രാത്രി കർത്താവ് വലിയവ ചെയ്യും. ഹല്ലേലൂയ. എത്ര പേർ പ്രതീക്ഷിക്കുന്നു? വിശ്വാസം എന്നതോ ആശിക്കുന്നതോ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയവുമാണ്. മുൻവിധികളെല്ലാം എടുത്തു മാറ്റി ഇന്ന് രാത്രി പ്രാർത്ഥനയോടെ ആയിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ഹൃദയങ്ങളെ അറിയുന്ന ദൈവം ആമേൻ ഇടപെടുവാൻ സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായിരിക്കും. സന്തോഷത്തിന്റെ പരിപൂർണതയിലേക്ക് ദൈവം നിങ്ങളെ കൈപിടിച്ച് നടത്തുവാൻ തക്കവണ്ണം ഇടയായിരിക്കും. ആമേൻ. 12 പേരിൽ ഒരുവനായി എഴുന്നേറ്റ് നിന്ന് പത്രോസ് പ്രസംഗിച്ചു. ആമേൻ. ഇന്ന് രാത്രി നിങ്ങളിൽ ഒരുവനായി ഹല്ലേലൂയ ഈ ലൈവിലൂടെ ഞാൻ നിന്ന് പ്രസംഗിക്കുമ്പോൾ ഹല്ലേലൂയ ദൈവമക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുക. നമ്മൾ ഒരുമിച്ച് ശുശ്രൂഷിക്കുന്നത് ഇന്ന് രാത്രി വലിയ പ്രവൃത്തി ദൈവം വെളിപ്പെടുത്തും. ദൈവം ചെയ്യും. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ കൊടുക്കാൻ ഹല്ലേലൂയ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിടുവാൻ ഇനി മണ്ണിലും
പരിപൂർണമായി ദൈവിക രാജ്യമിപ്പാരിലും സ്ഥാപിതമാക്കിടുവാൻ പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിയും നാളുകൾ നമ്മുടെ നാദികൾ തീർത്തിടുവാൻ അധികമില്ലിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയും കാലമെല്ലാം കഴിയും ഇന്നു കാണുന്നതെല്ലാം അഴിയും പിന്നെ പൂർവയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും പിന്നെ പൂർവയുഗം വിരിയും തിരികെ വരാതെ നാം നിത്യതയിൽ മറയും പ്രതിഫലം തന്നിടുവാൻ യേശുരാജൻ വന്നിടുവാൻ അധികമില്ലിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ അധികമില്ലിയും നാളുകൾ നമ്മുടെ ആദികൾ തീർത്തിടുവാൻ. ഹല്ലേലൂയ. തിരുനാമത്തിനായി മണ്ണിൽ നിന്നകൾ ആമേൻ സഹിക്കുന്നവരെ തിരുസന്നിധി ആമേൻ ചേർത്ത് ആമേൻ തന്റെ കൈകളാൽ നമ്മുടെ കണ്ണുനീർ തുണയ്ക്കുവാൻ അതിശക്തനായവൻ ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. മാറത്ത് പൊൻകച്ച കെട്ടിയവനായി ഹല്ലേലൂയ ആമേൻ ഉലയിൽ ചുട്ടുപഴുപ്പിച്ച വെള്ളോക്ഷന് സദൃശമായ കാലുള്ളവൻ പെരുവെള്ളത്തിന്റെ ഇരച്ചിൽ പോലെ ശബ്ദമുള്ളവൻ അതിന് മന്ധ്യനും ഇരിക്കുന്നവനും ഇരുന്നവനും വരുന്നവനുമായവൻ ഹല്ലേലൂയ. ഇവിടെ നിന്ന് പോകുമ്പോൾ തന്നിൽ പ്രത്യാശയുള്ള ദൈവജനത്തോട് ഇങ്ങനെ പറഞ്ഞു, ആമേൻ ശിഷ്യന്മാരോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ പോകുന്നത് പോലെ മടങ്ങി വരും. ഹല്ലേലൂയ. ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും കൊണ്ടിരുത്തുവാൻ. ഹല്ലേലൂയ. ഞാൻ പോയ മറ്റൊരു കാര്യസ്ഥനെ നിങ്ങളുടെ അരികിലേക്ക് അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ച് നീതിയെക്കുറിച്ച് ന്യായവിധിയെക്കുറിച്ച് ബോധം വരും. ഹല്ലേലൂയ. ഇന്ന് പകൽ ഹല്ലേലൂയ സർവശക്തനായ ദൈവം ഹല്ലേലൂയ കാല് കണ്ണിന്മേൽ തട്ടാതെ കാലിനെ വീഴ്ചയിൽ നിന്നും കണ്ണിനെ കണ്ണുനീരിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ചെങ്കിൽ അമ്മ കോഴിതൻ കുഞ്ഞിനെ ചിറകിന്റെ കീഴിൽ മറയ്ക്കുന്നത് പോലെ കടുകണ്ട കുഞ്ഞിനെ ചിറകിന്റെ കീഴെ വഹിക്കുന്നത് പോലെ ഇന്ന് പകലിലും അവിടെ ഇവിടങ്ങളിലായിരുന്ന നമ്മെ ഓരോരുത്തരെയും ദൈവം സൂക്ഷിച്ച പരിപാലിച്ച വിധങ്ങളെ ഓർത്തുകൊണ്ട് നന്ദിയോടെ ആ കരങ്ങളെ തട്ടി കർത്താവിന് നമ്മുടെ കുഞ്ഞുങ്ങളായിരുന്നെടുത്ത് നമ്മുടെ ജീവിത പങ്കാളികളായിരുന്നെടുത്ത് നമ്മുടെ പ്രിയപ്പെട്ടവരായിരുന്നെടുത്ത് നമ്മുടെ മാതാപിതാക്കളായിരുന്നെടുത്ത് ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരായിരുന്നെടുത്ത് കണ്ണിലെ കൃഷ്ണമണി പോലെ ദൈവം സൂക്ഷിച്ചല്ലോ. ഹല്ലേലൂയ. അകത്തോട്ടെടുത്ത ശ്വാസം പുറത്തോട്ട് വിടുവാൻ നമ്മെ ശക്തരാക്കി നമ്മെ ആരോഗ്യത്തോടെ നിർത്തിയ ദൈവം കാലുകൾക്ക് കൈകൾക്ക് ശരീരഭാഗങ്ങൾക്ക് ബലം നൽകിയെങ്കിൽ ഇന്ന് രാത്രി അതോർത്ത് ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കരമടിച്ച് കർത്താവിനെ ഇന്ന് രാത്രി വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ദൈവവചനം ശ്രമിക്കാം. ഇന്ന് രാത്രിയിലെ വചന ശുശ്രൂഷയ്ക്ക് ആധാരമായി യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം അതിന്റെ 27-ാം വാക്യം ആമേൻ ആണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിരിക്കുന്നത്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 32-ാം അധ്യായം 27-ാം വാക്യം. വളരെ പ്രാർത്ഥനയോടെ ഇന്ന് രാത്രിയിലായിരിക്കുന്നുവെങ്കിൽ നിശ്ചയമായും സകല ഹൃദയങ്ങളെ അറിയുന്ന വലിയവനായ ദൈവം അതേ ദൈവിക സമാധാനം കൊണ്ട് സന്തോഷം കൊണ്ട് നിങ്ങളെ നിറയ്ക്കുവാൻ ഹല്ലേലൂയ കർത്താവിന്റെ വരവിന് വേണ്ടി ആമേൻ വിശുദ്ധിയിൽ തികഞ്ഞവനായി ജീവിക്കുവാൻ തക്കവണ്ണം ഇടയാകേണ്ടതിന് ആമേൻ ദൈവത്തിന്റെ ആത്മാവ് ഇന്ന് രാത്രി വ്യക്തികളോട് കുടുംബങ്ങളോട് ഇടപെടുവാൻ തക്കവണ്ണം ഇടയാക്കുക. ഹല്ലേലൂയ. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. പ്രാർത്ഥിക്കാം. വായിക്കാം. വചനം വായിക്കാം. ഇതാ ഞാൻ സകല ജഡത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. ഇതാ ഞാൻ സകല ജഡത്തിന്റെയും
ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ. അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും ആത്മാവിനെ പകരുമെന്ന് പറഞ്ഞ കർത്താവിന്റെ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രിയിലും വിശ്വസിക്കുന്നവരുടെ മേൽ പകരുവാൻ ദൈവം ശക്തനാണ്. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താൻ. ഹല്ലേലൂയ. ആമേൻ. രണ്ട് കാര്യം നിവർന്നു നിൽക്കത്തക്ക വിധത്തിൽ ആമേൻ മുക്കിൽ ജീവശ്വാസം ഊതി ജീവനുള്ള ദേഹിയാക്കി ഈ മാനവരാശിയെ ഭൂമിയിലാക്കിയത് അഖിലാണ്ടത്തെ സൃഷ്ടിച്ച സിട്ടാവാ ദൈവമാണ്. ഹല്ലേലൂയ. ആ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഹല്ലേലൂയ. അപ്പന് കഴിയാത്തതുണ്ടാകും, അമ്മയ്ക്ക് കഴിയാത്തതുണ്ടാകും, കൂടപ്പുറപ്പിന് കഴിയാത്തതുണ്ടാകും, ജീവിത പങ്കാളിക്ക് കഴിയാത്തതുണ്ടാകും. എന്തിന്? ആമേൻ. പഠിച്ച മിടുക്കന്മാരെന്ന് പറഞ്ഞ് നടക്കുന്ന ജ്ഞാനികൾക്ക്, തത്വചിന്തകന്മാർക്ക്, കവികൾക്ക്, ആമേൻ, പണ്ഡിതന്മാർക്ക്, ശാസ്ത്രജ്ഞന്മാർക്ക് കഴിയാത്തതുണ്ട്. ഹല്ലേലൂയ. ആമേൻ. ഫാമിലി ഡോക്ടറുണ്ടാകാം. ഹല്ലേലൂയ. നീ സ്ഥിരമായി കാണുന്ന ഡോക്ടറുണ്ടാകാം, അവർക്ക് കഴിയാത്തതുണ്ട്. എന്നാൽ ആമേൻ ആമേൻ കഴിയാത്തത് ആമേൻ ഹല്ലേലൂയ സർവശക്തനായ ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? ഇന്ന് രാത്രി കണ്ണുനീരിലും ദുഃഖത്തിലും ഭാരത്തിലും വേദനയിലും നിരാശയിലൂടെ കടന്നു പോകുന്ന ദൈവവൈതലേ, നീ മുട്ടിയ ഡോറുകളൊക്കെ കൊട്ടി അടയപ്പെട്ടു, നിന്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു. ആമേൻ. ഇന്ന് രാത്രിയിലും കണ്ണുനീരും ദുഃഖവും പേരി നീ കഴിയുന്നുവെങ്കിൽ സകല ജഡത്തിന്റെയും ദൈവമാകുന്ന യഹോവയാകുന്നു ഞാൻ. ഹല്ലേലൂയ. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. ദൈവത്താൽ കഴിയാത്ത ഒരു കാര്യവുമില്ല. ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് കരമടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താട്ടെ. ഹല്ലേലൂയ. നിന്ന സഹിച്ച് മടുത്ത് കരഞ്ഞ് നിലവിളിക്കുന്ന അന്നയോട് തന്റെ ഭർത്താവ് ചോദിച്ചു, 10 മക്കൾ ഉള്ളതിന് തുല്യമല്ലേ ഞാൻ ഒരുത്തൻ? ഹല്ലേലൂയ. പിന്നെ എന്തിനാ നീ കരയുന്നേ? തന്റെ ഭർത്താവിന്റെ വാക്കുകൾക്ക് അവളുടെ കരച്ചിലിനെ മാറ്റുവാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ആമേൻ ഭർത്താവ് കൂടെയുണ്ട്, അപ്പൻ അമ്മ കൂടെയുണ്ട്, സഹോദരങ്ങളുണ്ട്. എന്നാൽ നീ അനുഭവിക്കുന്ന കഷ്ടതയ്ക്ക്, നീ അനുഭവിക്കുന്ന വേദന, നീ വ്യക്തിപരമായി അഭിമുഖീകരിക്കുന്ന ആ മാനസിക പ്രശ്നത്തിനകത്ത് നിന്ന് നിന്നെ അതേ നയിപ്പാൻ, നിന്നെ രക്ഷിപ്പാൻ ഉലകത്തിൽ ഒരുവനേ ഉള്ളൂ. അത് ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം അത് ഉയർത്തി നിർത്തിയിരിക്കുന്ന യേശു എന്ന നാമമാ. ഇന്ന് രാത്രി ആ നാമത്തെ അറിയുന്നതോറും അവൻ വിടുവിക്കപ്പെടുകയാ. അവനോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. ഉയർന്ന് കാണുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഇന്ന് രാത്രി ശ്രദ്ധിക്കുന്നുവെങ്കിൽ ആ ഉയർച്ച പ്രാപിച്ച അനുഗ്രഹീതനായ അഭിഷിക്തൻ പത്രോസ് ഇങ്ങനെ ലേഖനം എഴുതിയപ്പോൾ അപ്പോസ്തലൻ ഇങ്ങനെ എഴുതി, ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ തക്ക സമയത്ത് ഉയർത്തുന്ന ദൈവം. ഹല്ലേലൂയ. അതെ, അഹങ്കാരികൾ, നിഗളികൾ ഹല്ലേലൂയ തകർന്നുകൊണ്ടിരിക്കുമ്പോൾ ബലമുള്ള കൈക്കീഴിൽ താണിരിക്കുന്നവരെ ക്രൂശിലെ മരണത്തോളം തന്നെത്താൻ താഴ്ത്തി അനുസരണമുള്ളവനായി തീർന്ന ദൈവപുത്രനായ ക്രിസ്തുവിനെ സകല നാമത്തിനും മേലായ നാമം നൽകി ഉയർത്തിയ പിതാവാം ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയ കർത്താവായ യേശു ക്രിസ്തു, അവനെ കൈക്കൊണ്ട അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ സ്വർഗം അധികാരം നൽകി. അപ്രകാരം ദൈവമക്കളായി ജീവിക്കുവാൻ കൃപ ലഭിച്ചവർ ഇന്ന് രാത്രി ഈ ലൈവിൽ കാഴ്ചക്കാരെ പോലിരിക്കാതെ, കേൾവിക്കാരെ പോലിരിക്കാതെ നന്ദിയോടെ ദൈവത്തെ തയ്യാറാകുന്ന ശക്തരായ ദൈവം ഇന്ന് രാത്രി അവന്റെ മുന്നിൽ സാന്നിധ്യവുമായി നമ്മുടെ നടുവിൽ ഉടാവിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് രാത്രി തന്റെ ആത്മാവിനെ പകരുവാൻ ദൈവം ശക്തരാ. എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? സകല ജഗത്തിന്റെ ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി രോഗം പേറിക്കരികയാണോ? കടഭാരത്താലാണോ? നിരാശയാണോ? ശാപത്തിന്റെ അകത്ത് നീ അകപ്പെട്ട് കിടക്കുകയാണോ? ദൈവികമായ ശാപം, ഹല്ലേലൂയ, പൈശാചികപരമായി കടന്നുകൂടിയ ശാപം, ഹല്ലേലൂയ, അതേ തന്നെത്താൻ വിളിച്ചു വരുത്തിയ ശാപം, ഹല്ലേലൂയ, ഇതിനകത്ത് നീ കുടുങ്ങിക്കിടക്കുകയാണോ? അതിനകത്ത് നിന്ന് നിന്നെ പുറത്തേക്ക് നയിപ്പാൻ ഒരുവൻ ഇന്നേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോകത്തിന്റെ മധ്യസ്ഥാനമായ പാലസ്തീനായിൽ ജനിച്ചു കേട്ടോ. നിഷേധിക്കുന്നവരുണ്ട്, ആമേൻ, വിശ്വസിക്കുന്നവരുണ്ട്. വിശ്വസിക്കുന്നവർക്ക് ഇന്ന് രാത്രി ക്രൂശിന്റെ മതിൽ ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുകയാ. ആമേൻ. നശിക്കുന്നവർക്ക് അത് മോക്ഷത്വമാകുമ്പോ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് അത് ദൈവശക്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുക. മതിലുമായി സൗഖ്യമാക്കുന്നവർ, രോഗക്കിടക്കെ മാറ്റിയിരിക്കുന്നവർ ഇന്ന് രാത്രി ആമേൻ അവന്റെ മുഴുവൻ സാന്നിധ്യവുമായി നമ്മുടെ ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. ഹല്ലേലൂയ. എനിക്കെന്തെങ്കിലും വിഷമം
ഉണ്ടോ? ഹല്ലേലൂയ. ദൈവമക്കളെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ഹല്ലേലൂയ. ആമേൻ. നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയെ. ഹല്ലേലൂയ. വീണ്ടും എഴുന്നേറ്റു ഗോൽഗോഥ പല മുകളിലേക്ക് കരയേറി പോകുന്ന യേശു കർത്താവ് ചുറ്റും നിൽക്കുന്ന ആമേൻ യെരൂശലേം സ്ത്രീകളെ നോക്കിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. ആമേൻ. അതെ, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുകയെ. ഹല്ലേലൂയ. ഇന്ന് രാത്രി നീ കരയണത് എന്തിനാ? ഹല്ലേലൂയ. കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ കാലം ആസന്നമായി. ഹല്ലേലൂയ. ആമേൻ. കർത്താവിന്റെ വരവിന് മുമ്പ് ആമേൻ പാപത്തെ വെറുത്ത് പാപിയെ സ്നേഹിക്കുന്ന ആമേൻ പിതാവായ ദൈവം തന്റെ പുത്രനായി ക്രിസ്തുവിനെ ക്രൂശിൽ തകർത്ത് കളയുവാൻ ഹല്ലേലൂയ ഇടയായി. ആമേൻ. നിത്യ സ്നേഹം കൊണ്ട് ആമേൻ നമ്മെ സ്നേഹിക്കുന്ന ആ സ്നേഹവാനായ ദൈവത്തിന്റെ സ്നേഹത്തെ അനുഭവിക്കുന്നവർ ഹല്ലേലൂയ ഇന്ന് പകലിലും അവനെ രുചിച്ചറിഞ്ഞവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കി. നിനക്ക് അസാധ്യമായതൊന്നുമില്ല. ഒരിക്കൽ അബ്രഹാമേ എന്ന് വിളിച്ച ദൈവം തന്നോട് കേൾപ്പിച്ച വാഗ്ദത്തം അവിശ്വസനീയമാ. കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് നീ കാണുന്നതിന് വിട്ടിറങ്ങ. ഹല്ലേലൂയ. കാണുന്ന സ്വന്തവും ബന്ധവും ഹല്ലേലൂയ അതേ നിമിത്തം കണ്ണുനീരും ദുഃഖവും പേരിൽ കഴിയേണ്ടി വന്ന അബ്രഹാമിനെ ആ ശപിക്കപ്പെട്ട ആ തകർന്നു കിടക്കുന്ന ആ വേദനാജനകമായ അനുഭവത്തിൽ നിന്ന് കൂട്ടുകൂടുമ്പോ ഇമ്പമായ മാറുന്ന ഭൂമിയിലെ സ്വർഗമായ ആ ഭവനത്തിന്റെ അന്തരീക്ഷം അനുഭവിക്കുവാൻ കഴിയാതെ കണ്ണുനീരും ദുഃഖവും അവശേഷിച്ചിരിക്കുന്ന ജീവിത അനുഭവത്തിൽ നിന്ന് നിത്യ സമാധാനവും നിത്യ സന്തോഷവും നൽകുവാൻ കഴിയുന്ന ദൈവം അവനെ വിളിച്ചു. അവൻ ഇറങ്ങി. അവന്റെ യാത്രയിൽ അവന്റെ വിളിയുടെ പൂർത്തീകരണത്തിലേക്ക് അവൻ എത്താതിരിക്കുവാൻ ചില പ്രതിയോഗങ്ങൾ, അവൻ ചില പ്രതിബദ്ധതകൾ അവന്റെ ജീവിതത്തിൽ അഴിച്ചുവിട്ടപ്പോ അതിലൊന്നും അകപ്പെട്ട് തകർന്നു പോകാതെ പ്രത്യക്ഷത നൽകി ദൈവം ഒരിക്കൽ അബ്രഹാമിനെ ആമേൻ വീട്ടിൽ നിന്ന് വെളിയിലിറക്കി നീ ആകാശത്തേക്ക് നോക്കാൻ പറഞ്ഞു. ആകാശത്ത് കാണുന്ന നക്ഷത്രത്തെ എണ്ണാമെങ്കിൽ എണ്ണിക്കോ, ഇതുപോലെ ഞാൻ നിനക്ക് തലമുറ തരാൻ പോവുക. കടൽക്കരയിലേക്ക് നടത്തി ആടിക്ക് പഞ്ചസാര മണക്കൊണ്ട് അതിരിട്ട സർവശക്തനായ ദൈവം എണ്ണാൻ പറഞ്ഞു, മണൽ തരികളെ നിനക്ക് എണ്ണി തീർക്കാൻ പറ്റുമെങ്കിൽ ഇതുപോലെ നിനക്ക് തലമുറകളെ തരുമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അവിശ്വസനീയമാ. ഹല്ലേലൂയ. എന്നാൽ ആമേൻ അബ്രഹാം ഹല്ലേലൂയ ഇറങ്ങി തിരിച്ചു. ഹല്ലേലൂയ. അവനോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിപ്പാൻ ദൈവം ശക്തനാ. ഹല്ലേലൂയ. അവൻ മേപ്പോട്ട് നോക്കിയ കണ്ടപ്പോ കണ്ട ആകാശവും അവൻ താഴെ നിൽക്കുന്ന ഭൂമി ഉണ്ടാക്കിയത് ആരാ? സർവശക്തനായ ദൈവമാണ്. അവൻ അസാധ്യമായത് ഒന്നുമില്ല. നീ 1000 തലമുറയോളം ദയ കാണിക്കുകയും പിതാക്കന്മാരുടെ അകത്യത്തിന് അവരുടെ ശേഷം അവരുടെ മക്കളുടെ മാർവിടത്തിൽ പകരം കൊടുക്കുകയും ചെയ്യും. മഹത്വവും വല്ലഭത്വമുള്ള ദൈവമേ, ഞങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. ഹല്ലേലൂയ. അത് വല്ലഭത്വമുള്ള ദൈവമേ, സൈന്യങ്ങളുടെ യഹോവ എന്നല്ലോ നിന്റെ നാമം. ഹല്ലേലൂയ. ഈ ദൈവത്തെ കുറിച്ച് ഭക്തൻ പറയുക, നീ ആലോചനയിൽ വലിയവനാണ്. ആലോചനയിൽ വലിയവനായ ദൈവം, പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവം. ഹല്ലേലൂയ. ഓരോരുത്തരും അവന്റെ നടപ്പിനും പ്രവൃത്തികളുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കേണ്ടതിന് നീ മനുഷ്യരുടെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്നു. ഇന്ന് രാത്രി ഈ ശബ്ദ പരിധിക്കുള്ളിൽ എന്നെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന വാത്സല്യ മാതാവേ, പിതാവേ, കൂടപ്പറപ്പേ, ശ്രോതാവേ, അഭിഷക്തരെ, യൗവനക്കാരി, നിന്റെ എല്ലാ വഴികളിലും ദൃഷ്ടി വെക്കുന്ന ഒരു ദൈവം, അത്തിതാരക്കത്തെ കണ്ണുള്ളവൻ, ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ ശക്തിമാൻ. ഓരോരുത്തരും അവനവന്റെ നടപ്പിന് പ്രവൃത്തികളുടെ ഫലത്തിന് തക്കവണ്ണം കൊടുക്കേണ്ടതില്ല. ഇന്ന് പകൽ ദുഷ്ടന്മാരുടെ കൂടെയായിരുന്നോ, പാപികളുടെ കൂടെയായിരുന്നോ, പരിഹാസികളുടെ കൂടെയായിരുന്നോ, നിനക്ക് ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന പ്രവൃത്തിയിൽ വരുവനായ ദൈവം ഇന്ന് രാത്രി നിന്നെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. നിന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം നൽകുവാൻ അവന്റെ പക്കൽ പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ. നീ ഇസ്രായേൽ ദേശത്ത് നിന്ന് ഇന്ന് വരെയും ഇസ്രായേലിലും മറ്റു മനുഷ്യരുടെ ഇടയിലും
അടയാളങ്ങളും അത്ഭുതങ്ങളും പ്രവർത്തിച്ച ഇന്നുള്ളതുപോലെ നിനക്ക് ഒരു നാമം സമ്പാദിക്കുകയും നിന്റെ ജനമായ ഇസ്രായേലിനെ അടയാളങ്ങൾ കൊണ്ടും അത്ഭുതങ്ങൾ കൊണ്ടും ബലമുള്ള കൈകൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മഹാഭീതി കൊണ്ടും മിസ്രയീം ദേശത്തിൽ നിന്ന് കൊണ്ടുവരികയും അവരുടെ പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായി പാലും തേനും ഒഴുകുന്ന ഈ ദേശത്തേക്ക് അവർക്ക് കൊടുക്കുകയും ചെയ്തു. ഹല്ലേലൂയ. അവർ അതിൽ കടന്ന് അതിനെ കൈവശമാക്കി. എങ്കിലും അവർ നിന്റെ വാക്ക് അനുസരിക്കുകയോ നിന്റെ ന്യായപ്രമാണം പോലെ നടക്കുകയോ ചെയ്തില്ല. ആമേൻ. ചെയ്യുവാൻ നീ അവരോട് കൽപ്പിച്ചതൊന്നും അവർ ചെയ്തില്ല. അതുകൊണ്ടാണ് ഈ അനർത്ഥമൊക്കെ നീ അവർക്ക് വരുത്തിയിരിക്കുന്നു. ഇന്ന് പകലിലും അയ്യോ എന്ന് നിലവിളിച്ച അനേകര് നിന്റെ ചുറ്റുപാടുമുള്ളപ്പോൾ നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു. അവയെല്ലാം യഹോവ അവനെ വിടുവിക്കുന്നു. ഇവിടെ ഇതാ സത്യ വേദ പുസ്തകത്തിനകത്ത് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തിമാനുമായ ദൈവം അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പ്രതിഫലം കൊടുക്കുന്ന ദൈവത്തെ കുറിച്ച് വിവരിച്ചിട്ട് പറയുകയാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, അവരുടെ പിതാക്കന്മാർ ഹല്ലേലൂയ. ആമേൻ. പിതാക്കന്മാർക്ക് കൊടുപ്പാൻ നീ അവരോട് സത്യം ചെയ്തതായ പാലും തേനും ഒഴുകുന്ന ഈ ദേശം അവർക്ക് കൊടുക്കുകയും അവർ അതിൽ കടന്ന് അതിനെ കൈവശമാക്കി. ഹല്ലേലൂയ. ദൈവം വിളിച്ചിറക്കിയ നാളിൽ ആമേൻ കേൾപ്പിച്ച വാഗ്ദത്തങ്ങൾ ആമേൻ ഇന്നലകളിൽ നിന്റെ ജീവിതത്തിൽ നൽകിയില്ലേ? ഹല്ലേലൂയ. എത്രയോ നന്മകൾ നീ പ്രാപിച്ചു. ആമേൻ. ആ ആക്സിഡന്റിനകത്ത് നിന്ന്, ആ വെല്ലുവിളിക്കകത്ത് നിന്ന്, ആ തകർച്ചയ്ക്കകത്ത് നിന്ന്, ആ നാശത്തിനകത്ത് നിന്ന് നിന്നെയും നിന്റെ തലമുറയെയും നിന്റെ കുടുംബത്തെയും രക്ഷിച്ച വിധങ്ങൾ നിനക്ക് പറയുവാനില്ലേ? ഹല്ലേലൂയ. ഇവിടെ ഇതാ അവർ അതിൽ കടന്ന് അതിനെ കൈവശമാക്കി. ഹല്ലേലൂയ. ദൈവം അവകാശമായി നൽകാമെന്ന് പറഞ്ഞ നന്ദിയെ പ്രാപിച്ചു. എങ്കിലും അവർ നിന്റെ വാക്കനുസരിക്കുകയോ? ഇന്ന് പകലിലും ദൈവം തമ്പുരാൻ ആലോചന പറഞ്ഞിട്ടും അതനുസരിക്കാതെ ഹല്ലേലൂയ അവന്റെ വാക്ക് പിടിക്കേണ്ടതിന് അടുത്തിരിക്കുന്നു. ഹല്ലേലൂയ. വാളും ക്ഷാമവും മഹാമാരിയും ഹേതുവായി ഈ നഗരം അതിനു നേരെ യുദ്ധം ചെയ്യുന്ന കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്നു. ഹല്ലേലൂയ. നീ അരുളി ചെയ്തത് സംഭവിച്ചിരിക്കുന്നു. നീ അത് കാണുമല്ലോ. ഹല്ലേലൂയ. ഇന്ന് രാത്രി അഗ്നിജാലക്കൊത്ത് കണ്ണുള്ളവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ അനുഭവിക്കുന്ന കഷ്ടത, നീ അനുഭവിക്കുന്ന ദുരിതം, നിന്റെ തലമുറകൾ, നിന്റെ കൂടപ്പുറപ്പുകൾ ആമേൻ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ കാണുന്ന ഒരു ദൈവമുണ്ട്. ഇസ്രായേൽ ജനത്തിന്റെ കഷ്ടത കണ്ട് നിലവിളി കേട്ട് അവരുടെ സങ്കടങ്ങൾ അറിഞ്ഞ് ഞാനാകുന്നുവെന്ന് പറഞ്ഞ് മോശയിലൂടെ ഇറങ്ങി വന്ന ദൈവം അവരോട് ആമേൻ ചെയ്ത വാഗ്ദത്തം നിറവേറ്റിയിട്ടും അവർ ദൈവത്തെ അനുസരിക്കുകയോ ദൈവത്തിന്റെ കൽപ്പന പോലെ ജീവിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് ചില അനർത്ഥങ്ങൾ അവരുടെ ജീവിതത്തിൽ അത് സംഭവിക്കുകയാണ്. ഹല്ലേലൂയ. യഹോവയായ കർത്താവേ, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നില വിലയ്ക്ക് മേടിച്ച് അതിന് സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. ശ്രദ്ധിക്കണമേ, ഇത്തരം പ്രതികൂലങ്ങളുടെ നടുവിലും പ്രതിസന്ധിയുടെ നടുവിലും ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ആമേൻ അഭിഷക്തനോട് ദൈവം ചില ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ പറയുകയാണ്. ആമേൻ. യഹോവയായ കർത്താവേ, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ നിലം വിലയ്ക്ക് മേടിച്ച അതിനെ സാക്ഷികളെ വെക്കുവാൻ നീ എന്നോട് കൽപ്പിച്ചുവല്ലോ. ഹല്ലേലൂയ. അപ്പോൾ ദൈവം ഇങ്ങനെ മറുപടി പറഞ്ഞു. ഹല്ലേലൂയ. ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ദൈവത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവമൈതലേ, നിന്റെ കുടുംബത്തിനകത്ത് പ്രശ്നങ്ങളാ, പ്രതികൂലങ്ങളാ, എവിടെ നോക്കിയാലും അനുസരണം കെട്ടവർ നിമിത്തം ശാപങ്ങളും കണ്ണുനീരും ദുഃഖവും മാത്രമാണ് നിനക്ക് കാണുവാൻ കഴിയുന്നത്. അതിന്റെ നടുവിലും ആമേൻ കരയുന്ന ആമേൻ പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നിനക്കുണ്ടോ? ഇന്ന് രാത്രി ദൈവം നിന്നെ കൊണ്ട് ചിലത് ചെയ്തെടുക്കുവാൻ ആമേൻ ശക്തരാണ്. വിശ്വസിക്കുന്നവർ ദൈവകരങ്ങളിലേക്ക് കൊടുക്കാമോ? നിന്റെ കുടുംബത്തിനകത്ത്, നിന്റെ തലമുറയിൽ, നിന്റെ കൂടപ്പുറപ്പിന്റെ മധ്യത്തില് ദൈവം നിന്നിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാ. യഹോവയായ കർത്താവേ, നഗരം കൽദയരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കെ അതേ മഹാമാരി ഹേതുമായി വാളും ക്ഷാമവും കൊലപാതകങ്ങളും ആമേൻ സാമ്പത്തിക മാന്ദ്യവും കടക്കണിയും മഹാമാരി ഹേതുമായി ഈ നഗരം അതിനു നേരെ യുദ്ധം
ചെയ്യുന്ന കൽക്കയുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുകയാ. അവൻ നമുക്ക് പോരാട്ടമുള്ളത് ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഹല്ലേലൂയ ആമേൻ ദുഷ്ടാത്മ സേനകളോടുമാ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിനു വേണ്ടി നിൽക്കുവാൻ സമർപ്പിക്കപ്പെട്ട ഒരു ദൈവവൈദ്യനാണെങ്കിൽ ഇന്ന് രാത്രി ആമേൻ നിന്നിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാ. കാരണം യിരെമ്യാവ് കരയുന്നവനാ. കരയുന്ന മാതാവേ, കരയുന്ന പിതാവേ, നിന്നിലൂടെ നിന്റെ ജീവിതത്തിൽ നിന്റെ കുടുംബത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. ദൈവം കരയുന്ന യിരെമ്യാവിനോട് ഇങ്ങനെ പറഞ്ഞു, ഹല്ലേലൂയ, അതെ കർത്തയുടെ കയ്യിൽ അകപ്പെട്ടിരിക്കുന്ന ആമേൻ ഈ ദേശത്ത് നിന്നിലൂടെ ഞാൻ എന്റെ പ്രവൃത്തി വെളിപ്പെടുത്തും. ഞാൻ സകല ജനത്തിന്റെയും ദൈവമായ യഹോവയാകുന്നു. എനിക്ക് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവത്തിന് കഴിയാത്ത വല്ല കാര്യവും ഉണ്ടോ? ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനെ മഹത്വം കൊടുക്കുക. ഹല്ലേലൂയ. ആമേൻ. മറിയയുടെ റൂമിനകത്ത് ദൂതൻ ഇറങ്ങി വന്ന് കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനമെന്ന് പറഞ്ഞു. ദൂതനുമായിട്ടുള്ള സംഭാഷണത്തിൽ അവൾ ബുദ്ധി കൊണ്ടും അതെ അവളുടേതാകുന്ന കഴിവുകൊണ്ടും ബയോളജി പറഞ്ഞു നോക്കി. ആമേൻ. ദൈവത്തിന് ഒരു കാര്യവും അസാധ്യമല്ല. ഹല്ലേലൂയ. നിന്റെ ബുദ്ധി കൊണ്ട് നീ പറഞ്ഞ് ജയിക്കാൻ നിൽക്കരുതേ. ഇന്ന് രാത്രി ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. അത്യുന്നതന്റെ നീളം നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിന്റെ ബുദ്ധി ആമേൻ അപ്രയമായി ആമേൻ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുക തന്നെ ചെയ്യും. ആമേൻ. ഇതാ നിന്റെ ദാസി, നിന്റെ വാക്കുപോലെ എനിക്ക് ഭവിക്കട്ടെ. ഇന്ന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ ആഴവേറിയ സമർപ്പണത്തിന് വേണ്ടി ആര് തയ്യാറാകുമോ അത്യുന്നതന്റെ ആത്മാവ് അന്ത്യകാലത്ത് സകല ജനത്തിന്മേലും പകരുമെന്ന് പറഞ്ഞ ആ വചനത്തിന്റെ ശക്തി ഇന്ന് രാത്രി നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ ആമേൻ നിന്റെ സ്ഥിതി മാറുകയാ, നിന്റെ അവസ്ഥ മാറുകയാ, നിന്നിലൂടെ ദൈവപ്രവൃത്തി വെളിപ്പെടുകയാ. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 16-ാം അധ്യായം 22-ാം വാക്യം. അപ്പോൾ അവൻ കവണ്ണു വീണു. അല്ലെങ്കിൽ എപ്പോഴാണ് അവൻ കവിണ്ണു വീണത്? ഇന്ന് രാത്രി നിവർന്നു നിൽക്കുവാൻ കഴിയാ. അതെ, കവണ്ണു കിടക്കുന്ന ഒരു അനുഭവമാണോ? എന്താ? കണ്ണുനീരാണോ? പ്രാർത്ഥനയാണോ? ഉപവാസമാണോ? അപ്പോൾ അവർ കവണ്ണു വീണു. സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തില്ല, നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ദൈവസന്നിധിയില കവണ്ണു വീണ് കിടന്ന് കരയുക. എന്താ കരയാൻ കാരണം? സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നിന്റെ വീട്ടിൽ ഒരുത്തൻ പാപം ചെയ്ത ആദാമെന്ന് പറയുന്ന മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ടാ ദൈവം അവർക്ക് അവകാശമായി കൊടുത്ത ആ ഈ പട്ടണം പിടിച്ചടക്കുവാൻ ചെന്നപ്പോ 3000 പേരിൽ 36 പേര് കൊല ചെയ്യപ്പെട്ടത്. ഹല്ലേലൂയ. നിന്റെ വീട്ടിനകത്ത് കൊലപാതകം നടക്കുന്നുണ്ടെങ്കിൽ, നിന്റെ ദേശത്ത് കൊലപാതകം നടക്കുന്നുണ്ടെങ്കിൽ, ആദാമെന്ന് പറയുന്ന മനുഷ്യൻ പാപം ചെയ്തത് കൊണ്ട് അക്കാലത്ത് സംഭവിച്ചെങ്കിൽ ആ ശാപത്തിന്റെ അനന്തരഫലം 36 പേര് അതെ നിരപരാധികൾ കൊല ചെയ്യപ്പെട്ടു. ഇന്ന് രാത്രി പാപത്തോട് ചർച്ച പറഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് പാപിയെ സ്നേഹിക്കുന്ന ലോകരക്ഷകനായ യേശു ക്രിസ്തുവിനെ അറിഞ്ഞ് ജീവിക്കാൻ തയ്യാറാകൂ. നിത്യത നിനക്ക് ലഭിപ്പാൻ തക്കവണ്ണമിടയായി തീരും. ഹല്ലേലൂയ. എന്തിനാണ് മോശ കവണ്ണു കിടന്ന് കരയുവാൻ തക്കവണ്ണമിടയായി തീർന്നത്? ഹല്ലേലൂയ. കോരല് അവർക്ക് വിരോധമാണ്. ആമേൻ. ഇന്ന് രാത്രി നിന്റെ കൂടെ ജനിച്ചവർ, ഹല്ലേലൂയ, നിന്റെ കൂടെ പഠിച്ചവർ, ആമേൻ, നിന്റെ ദേശക്കാർ, നിന്റെ രാജ്യക്കാർ നിനക്ക് വിരോധമായി ഹല്ലേലൂയ എഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ശ്രദ്ധിച്ച് കേൾക്കുക. കോരഹ അവർക്ക് വിരോധമായി സർവ്വസഭയുടെയും സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ കൂട്ടിവരും. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെട്ട് ദൈവകൃപയിലായിരിക്കുന്ന ദൈവമക്കളെ, ഞാൻ എന്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിന് ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയുടെ നാഥൻ സ്ഥാപിച്ച ദൈവസഭയ്ക്കകത്ത് ഇന്ന് മത്സരമുണ്ട്. ഹല്ലേലൂയ. വിരോധികളുണ്ട്. ഹല്ലേലൂയ. ഇന്ന് പകലിലും ആമേൻ ദൈവസഭ ഒന്നിച്ച് തത്സമയ പ്രാർത്ഥനയിലായിരുന്നപ്പോ ദൈവത്തിനും ദൈവമക്കൾക്കും വിരുദ്ധമായി ആമേൻ ശൗല്
ആമേൻ എഴുന്നേറ്റതുപോലെ ചില വ്യക്തികൾ എഴുന്നേറ്റ് വരുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഇവിടെ ഇതാ കോരഗ് അവർക്ക് വിരോധമായി. ഹല്ലേലൂയ. ആമേൻ. കോരഗിനെ കുറിച്ച് സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ നമുക്ക് കൂടുതലായി മനസ്സിലാക്കുവാൻ കഴിയും. സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ കൊണ്ടുവരുത്തി നോക്കണമേ, ദൈവത്തെ ആരാധിക്കുവാൻ, ദൈവജനത്തിന് ദൈവിക സമാധാനം അനുഭവിക്കുവാൻ ദൈവം ആമേൻ അത് കൊടുത്ത സമാഗമന കൂടാരത്തിന്റെ വാതിക്കൽ ഹല്ലേലൂയ കൂട്ടിവരുത്തി. ആര്? ഹല്ലേലൂയ. അപ്പോൾ യഹോവയുടെ തേജസ് സർവ്വസഭയ്ക്കും പ്രത്യക്ഷമായി. യഹോവ മോശയോടും അഹരോനോടും ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവേ. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, ദൈവത്തിനും ദൈവസഭയ്ക്കും ദൈവത്തിന്റെ അഭിഷക്തന്മാർക്കും വിരോധമായി കൂടുന്നവരുടെ കൂട്ടത്തിലിരുന്ന് സമയം കളയരുതേ. വചനം പറയുന്നു, ഈ സഭയുടെ മധ്യേ നിന്ന് മാറിപ്പോകുവേ, ഞാൻ അവരെ ക്ഷണത്തിൽ സംഹരിക്കും എന്ന് കൽപ്പിച്ചു. അപ്പോഴാണ് അവർ കവിണ് വീണ് സകല ജനത്തിന്റെയും ആത്മാക്കൾക്ക് ഉടയവനാകുന്ന ദൈവമേ, ഒരു മനുഷ്യൻ പാപം ചെയ്തതിന് നീ സർവ്വസഭയോടും കോപിക്കുമോ എന്ന് പറഞ്ഞു. അതിന് യഹോവ മോശയോട്, ഇന്ന് രാത്രി നീ വേറിട്ടിരിക്കുന്ന വിശുദ്ധിക്ക് അതേ വിലകൽപ്പിക്കുന്ന അതേ കാലിൽ നിന്ന് അശുദ്ധിയുടെ ചെരുപ്പ് അടിച്ചു കളഞ്ഞ മോശയെ പോലെ സമർപ്പണമുള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് രാത്രി സ്വർഗ്ഗത്തിനോട് സംസാരിക്കുക. എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിൽ നിന്ന് മാറിക്കൊള്ളുവിനെന്ന് സഭയോട് പറയുക എന്ന് കൽപ്പിച്ചു. ഇന്ന് രാത്രി ആര് നിനക്ക് വിരോധമായി നിൽക്കുന്നുവോ, ആര് നിനക്കെതിരെ ശബ്ദമുയർത്തുന്നുവോ, പ്രതിയോഗിയായ പിശാച് നിന്നെ ദണ്ഡിപ്പിച്ചുകൊണ്ടിരിക്കുന്നുവോ, ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, കണ്ണുനീരോട് പ്രാർത്ഥിക്കുവാൻ തയ്യാറായ ഇരമ്യാവിനോട് ദൈവം ഇങ്ങനെ പറഞ്ഞു, ഞാൻ സകല ജനത്തിന്റെ ദൈവമല്ലയോ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഇതാ ദൈവസന്നിധി സമർപ്പിക്കപ്പെട്ട മോശയോട് ദൈവം പറയുക, എന്നിവരുടെ വാസസ്ഥലത്തിൽ നിന്ന് മാറിക്കൊള്ളുകയെന്ന് സഭയോട് പറയുക എന്ന് കൽപ്പിച്ചു. ഹല്ലേലൂയ. മോശ എഴുന്നേറ്റ് ദാഥാന്റെയും അബീരാമിന്റെയും അടുക്കൽ ചെന്ന് ഇസ്രായേൽ മൂപ്പന്മാരെ അവന്റെ പിന്നാലെ ചെന്നു. അവൻ സഭയോട്, ഈ ദുഷ്ട മനുഷ്യന്മാരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുവേ. ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കരുതേ, പാപികളുടെ വഴിയിൽ നിൽക്കരുതേ, പരിഹാസികളുടെ ഇരിപ്പിടത്തിൽ ഇരിക്കരുതേ. സകല അഹങ്കാരികളെയും വേരും കൊമ്പും ശേഷിക്കാതെ സകല ദുഷ്ടപ്രവർത്തിക്കാരെയും ആമേൻ അതെ തള്ളിയിടുന്ന ആ തീപ്പൊയ്ക, ആ കത്തുന്ന നരകം, ആമേൻ അതേ കർത്താവ് താൻ ഗംഭീര നാദം മുഴക്കിക്കൊണ്ട് വരുവാൻ അതേ മധ്യാകാശത്തിൽ വെളിപ്പെടുവാൻ സമയം ആഗതമായി കൊണ്ടിരിക്കുകയാ. ഇന്ന് രാത്രി അവൻ സഭയോട്, ഈ ദുഷ്ടന്മാരുടെ സകല പാപങ്ങളാലും നിങ്ങൾ സംഹരിക്കപ്പെടാതിരിക്കേണ്ടതിന് അവരുടെ കൂടാരങ്ങളുടെ അടുക്കൽ നിന്ന് മാറിപ്പോകുകയും അവർക്കുള്ള യാതൊന്നിനെയും തുടരുക എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. നമുക്കറിയാം, സർവശക്തനായ ദൈവം തന്നേക്കാൾ അല്പം മാത്രം താഴ്ത്തി തേജസ്സും ബഹുമാനവും കൊടുത്ത് മൂക്കിൽ ജീവശാസ്ത്രമൂരി നിർത്തിയ മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് ആയതൻ തോട്ടത്തിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ആമേ നീ വേല ചെയ്യണം, നീ തോട്ടം സൂക്ഷിക്കണം, ഈ തോട്ടത്തിലെ നടുവിലെ വൃക്ഷത്തിന്റെ ഫലം നീ തിന്നരുത്. അങ്ങനെ അധ്വാനിയ ശീലമുള്ള ആമേൻ ആ മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ടിട്ട് തന്റെ ആമേൻ ജീവിതത്തില് തക്കതായ ഒരു തുണയെ ദൈവം ഒരുക്കി കൊടുത്തു. അങ്ങനെ ഇരുവരും ജീവിച്ചു വരവേ ആമേൻ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കേണ്ട ഭാര്യ, ഭർത്താവിന്റെ ഇഷ്ടത്തിന് ജീവിക്കേണ്ട ഭാര്യ കയറി വന്ന പിശാചുമായി സംസാരിച്ച് ഭർത്താവ് അറിയാതെ പഴം പറിച്ച് തിന്നുവാൻ തയ്യാറായി തന്റെ ഭർത്താവിന് കൊടുത്തു. അങ്ങനെ ആ കുടുംബം ശപിക്കപ്പെട്ട കുടുംബമായി. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായ ഭവനത്തെ കണ്ണുനീരും ദുഃഖവും തളം കെട്ടി നിർത്തി അതേ തലമുറ അതേ കൊലപാതകന്മാരായി പുറത്തു കാണുവാൻ രോഗമറിയുവാൻ ഇടയായി തീർന്നത് ആമേൻ തിന്നരുതെന്ന് പറയുന്നത് തിന്നുവാൻ തക്കവണ്ണം ഇടയായി. എന്നാൽ കൗശലം നിറഞ്ഞ പാമ്പ് അത് സ്ത്രീയോട് ചോദിച്ചു, തിന്നരുതെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവള് പറഞ്ഞു, തൊടുകയും അരുത്. ഹല്ലേലൂയ. ഇവിടെ ഇതാ ആമേൻ മാറിപ്പോകുവിൻ, അവർക്കുള്ള യാതൊന്നിനെയും തുടരുതെന്ന് പറഞ്ഞു.
അങ്ങനെ അവർ കോരഹ്, ദാഥാൻ, അബീരാം എന്നിവരുടെ വാസസ്ഥലത്തിന്റെ ചുറ്റിലും നിന്ന് മാറിപ്പോയി. ഹല്ലേലൂയ. എന്നാൽ ദാഥാനും അബീരാമും പുറത്തു വന്നു. അവരും അവരുടെ ഭാര്യമാരും പുത്രന്മാരും കുഞ്ഞുങ്ങളും താന്താങ്ങളുടെ കൂടാരവാതിൽക്കൽ നിന്നു. അപ്പോൾ മോശെ പറഞ്ഞത്, ഈ സകല പ്രവൃത്തികളും ചെയ്യേണ്ടതിന് യഹോവ എന്നെ അയച്ചു. ഞാൻ സ്വമേധയായി ഒന്നും ചെയ്തിട്ടില്ല എന്ന് നിങ്ങൾ ഇതിനാൽ അറിയും. സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. ദൈവവൈതലേ, നിന്നെ ദൈവം ദേശത്താക്കി വെച്ചിട്ടുണ്ടെന്ന്, നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെന്ന്, ദൈവത്തിന്റെ കൃപ നിന്റെ മേലുണ്ടെന്ന് ഇന്ന് രാത്രി നീ തിരിച്ചറിയണം. തിരിച്ചറിയുന്നവർ കരമടിച്ച് കർത്താവിന്റെ മകത്വം കൊടുത്ത് മോശ പറഞ്ഞു, അതേ കണ്ണിന്റെ മുമ്പിൽ അതെ കാണാൻ പോകുകയാ. എന്താ കാണാൻ പോകുന്നത്? സകല മനുഷ്യരും മരിക്കുന്നത് പോലെ ഇവർ മരിക്കുകയോ സകല മനുഷ്യർക്കും ഭവിക്കുന്നത് പോലെ ഇവർക്ക് ഭവിക്കുകയോ ചെയ്താൽ യഹോവ എന്നെ അയച്ചിട്ടില്ല. എന്നാൽ യഹോവ ഒരു അപൂർവ കാര്യം പ്രവർത്തിക്കുകയും ഭൂമി വായ് വിളർന്ന് അവരെയും അവർക്കുള്ള സകലത്തെയും വിഴുങ്ങിക്കളയുകയും അവർ ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങുകയും ചെയ്താൽ അവർ യഹോവയെ നിരസിച്ചുവെന്ന് നിങ്ങൾ അറിയും. ഹല്ലേലൂയ. അവൻ ഈ വാക്കുകളെല്ലാം പറഞ്ഞു തീർന്നപ്പോൾ അവരുടെ കീഴെ ഭൂമി പിളർന്നു. ഹല്ലേലൂയ. ഭൂമി വായ് തുറന്നു. അവരെയും അവരുടെ കുടുംബങ്ങളെയും കോരഹനോട് ചേർന്നിട്ടുള്ള എല്ലാവരെയും അവരുടെ സർവ്വസമ്പത്തിനെയും വിഴുങ്ങിക്കളഞ്ഞു. ഹല്ലേലൂയ. അവരും അവരോട് ചേർന്നിട്ടുള്ള എല്ലാവരും ജീവനോടെ പാതാളത്തിലേക്ക് ഇറങ്ങി. ഭൂമി അവരുടെ മേൽ അടയുകയും അവർ സഭയുടെ ഇടയിൽ നിന്ന് നശിക്കുകയും ചെയ്തു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു വലിയ ദുരന്തത്തിന്റെ അതേ ചരിത്രമാണ് നമുക്കവിടെ കാണുവാൻ കഴിയുന്നത്. എന്താ കാരണം? ദൈവസഭയ്ക്ക് വിരോധമായി, ദൈവജനത്തിന് വിരോധമായി, ദൈവമക്കൾക്ക് വിരോധമായി എഴുന്നേറ്റവർ അതേ ഉന്മൂലനാശം സംഭവിച്ചു. ലോകത്തിൽ നിന്ന് അവരുടെ പേര് അത് ഇല്ലാതായി. ഇന്ന് രാത്രി മത്സരിക്കരുതേ. ദൈവവചനത്തിന് ആലോചനയിൽ വലിയവനും പ്രവൃത്തിയിൽ ശക്തനുമായിരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച മോശയ്ക്കെതിരെ പിറുവിർത്തവർ, ദൈവസഭയ്ക്കെതിരെ പിറുവിർത്തവർ നശിച്ചുപോയി. ഇന്ന് രാത്രി അവയെ ദൈവസന്നിധിയിൽ വീട് കരയുവാൻ തയ്യാറാകുമെങ്കിൽ നിശ്ചയമായും നിന്റെ പേരുള്ള ശാപം, നിന്റെ പേരുള്ള ആനന്ദം നീങ്ങിപ്പോകുവാൻ നമ്മുടെ ആയിത്തീരും. നമുക്കറിയാം, നിനവയില് വലിയ അനർത്ഥം വരാൻ പോകുക, ദൈവക്രോധം വരാൻ പോകുക. ഹല്ലേലൂയ. ആ ദൈവസന്നിധിയിൽ അവരുടെ പാപം വലുതായി. അവർ ദൈവം നോക്കിയപ്പോ അവർ കൊള്ളരുതായ്മ ചെയ്യുക. എന്നാൽ ആമേൻ അവിടേക്ക് ദൈവം തന്റെ ദാസനായ യോനയെ അയച്ചു. ഹല്ലേലൂയ. യോന അതേ പോകാൻ തയ്യാറല്ലായിരുന്നു. എന്നാൽ യോനയെ യഥാർത്ഥമായി ആ ദൗത്യത്തിലേക്ക് കൊണ്ടുപോകുവാൻ ദൈവം തയ്യാറായപ്പോ, ദൈവത്തിന്റെ ഇഷ്ടത്തിന് സഞ്ചരിക്കുവാൻ തയ്യാറാകാത്ത യോന മത്സ്യത്തിന്റെ വയറ്റിലകപ്പെട്ട് അയ്യം വിളിപ്പാൻ തക്കവണ്ണമിടയായി. ഇന്ന് രാത്രി ദൈവശബ്ദം കേട്ടിട്ട് ദൈവ ആലോചനയിൽ വലിയവനായ ദൈവം നിന്നോട് ആലോചന പറഞ്ഞിട്ട് അത് അനുസരിക്കാതെ പോകുന്നത് കൊണ്ട് യോനയെ പോലെ മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് അയ്യം വിളിക്കുന്നത് പോലെ ഇന്ന് രാത്രി നീ അയ്യം വിളിക്കുന്നുവെങ്കിൽ ഇവിടെ നാം വായിച്ചു കേട്ടത് ഇങ്ങനെയാണ്: അയ്യോ യഹോവയായ കർത്താവേ, നിന്റെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും നീ ആകാശത്തെ ഭൂമി ഉണ്ടാക്കി നിനക്ക് അസാധ്യമായതൊന്നുമില്ല. ഇന്ന് രാത്രി നീ നിലവിളിക്കുവാൻ, അനുദപിക്കുവാൻ തയ്യാറായ നീക്കുപോക്ക് ദൈവത്തിന്റെ മക്കളുണ്ട്. ഹല്ലേലൂയ. സഭയുടെ കലകത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണെ വെള്ളത്തിന്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എന്റെ കൽപ്പനയെ മറത്തത് കൊണ്ട് തന്നെ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലകജലം അത് തന്നെ. നോക്കണമേ, ദേശത്ത് കലക. ഹല്ലേലൂയ. എന്തിന്റെ പേരില? വെള്ളത്തിന്റെ പേരില. ഇന്ന് നിന്റെ വീട്ടില് കലകം എന്തിന്റെ പേരില? ഹല്ലേലൂയ. വസ്തുവിന്റെ പേരിലാണോ? ധനത്തിന്റെ പേരിലാണോ? ഹല്ലേലൂയ. എന്തിന്റെ പേരില? സൗന്ദര്യത്തിന്റെ പേരിലാണോ? ഹല്ലേലൂയ. കെട്ടിയ പെണ്ണിന് സൗന്ദര്യം കുറഞ്ഞു പോയതിന്റെ പേരിലാണോ? കെട്ടിയ പെണ്ണിനെ കുറിച്ച് ആരോ പറഞ്ഞത് കേട്ടിട്ടാണോ നിന്റെ കലക? ഹല്ലേലൂയ. അതേ ഉണ്ടായ കുഞ്ഞിന്റെ പേരിലാണോ കലക? എന്തിന്റെ പേരിലാ നീ കലകമുണ്ടാക്കുന്നത്? ഹല്ലേലൂയ. കലകമുണ്ടാക്കിയവൻ തകർന്നു പോകും. ഇന്ന് രാത്രി കലകത്തിന്റെ പിന്നിലുള്ള കാരണം എന്തെന്ന് കണ്ടുപിടിച്ച് പാപത്തെയും ശാപത്തെയും നീക്കി നിത്യമായ സ്വസ്ഥതയും സമാധാനം നൽകുവാൻ ഉലകത്തിലേക്ക് 2020 വർഷങ്ങൾക്കപ്പുറം ലോക രക്ഷകനെ വിശ്വസിക്കുവാൻ തയ്യാറാണ്. എന്നാൽ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുവാൻ തക്കവണ്ണമിടയാ. ഹല്ലേലൂയ. അനേക ഭാര്യ ഭർത്താക്കന്മാർ
ഭർത്താക്കന്മാർ തമ്മിൽ ഡിവേഴ്സ് ചെയ്ത് തകർന്നുകൊണ്ടിരിക്കുമ്പോ, അനേക ഭാര്യമാരെ കെട്ടിത്തൂക്കുമ്പോ, കത്തിച്ചു കളയുമ്പോ, അനേക ഭർത്താക്കന്മാരെ വെട്ടിക്കൊല്ലുമ്പോ, ദുഷ്ടത നിറഞ്ഞ ലോകത്ത് കൂട്ടുകൂടി ഇമ്പമായി വാഴുന്ന ഭൂമിയിലെ സ്വർഗമായി നിന്റെ ഭവനം മാറ്റപ്പെടുവാൻ ആലോചനയിൽ വലിയവനായ ദൈവം വിട്ടുവെച്ച ആലോചന വളർന്നിരുന്നവർ ഇന്ന് രാത്രി നിന്നോട് ആലോചന പറയുമ്പോ അതേറ്റെടുത്ത് മനസ്സാന്തരപ്പെടുവാൻ തയ്യാറായ നിശ്ചയമായും നിന്റെ ശത്രുക്കളുടെ മുമ്പാകെ മേശയൊരുക്കുന്ന ദൈവം ദേശത്ത് നിന്നെ മാനിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. കരമടിച്ച കർത്താവിന് മകത്വം കൊടുത്താട്ടെ. സഭയുടെ കലകത്തിങ്കൽ നിങ്ങൾ മരുഭൂമിയിൽ വെച്ച് അവർക്കാണെങ്കിൽ വെള്ളത്തിന്റെ കാര്യത്തിലല്ലേ ശുദ്ധീകരിക്കാതെ ആമേൻ ഇന്ന് രാത്രി വിശുദ്ധനായ ദൈവത്തിന്റെ പാദപീഠത്തിൽ ആയിരിക്കുന്ന ദൈവമക്കളെ ദൈവം ആഗ്രഹിക്കുന്നത് ആമേൻ നാം ശുദ്ധീകരിക്കപ്പെടണമെന്ന്. ആമേൻ അതെ, ആഹാരത്തിന്റെ പേരിൽ, വസ്ത്രത്തിന്റെ പേരിൽ, സ്വത്തിന്റെ പേരിൽ കലകമുണ്ടാക്കി അസഭ്യങ്ങൾ പറഞ്ഞ് കുടുംബത്തിനകത്ത് സ്വസ്ഥത നഷ്ടപ്പെടുത്തുന്ന ദുഷ്ടപിശാചിന്റെ തന്ത്രങ്ങളെ എതിർത്ത് നിൽക്കുവാനിടയാകേണ്ടതിന് ഒടുവിൽ കർത്താവിനും അവന്റെ അമിതബലത്തിലും ശക്തിപ്പെട്ടുകൊള്ളുവേ. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത വചനത്തിന്റെ ബന്ധനമില്ലാത്ത ശക്തി ഇന്ന് രാത്രി അഭിപ്രായം പറയുന്നവരുടെ മേലല്ല, വിമർശിക്കുന്നവരുടെ മേലല്ല, വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് രാത്രി അത് വെളിപ്പെടുത്തുവാൻ ശക്തരായവരുടെ സാന്നിധ്യം അനുഭവിക്കുന്നവർ അപ്പോൾ മോശെ യഹോവയോട്, യഹോവയുടെ സഭ ഇടയിലില്ലാത്ത ആടുകളെ പോലാകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്ത് കൊണ്ടുപോകുവാനും സകല ജനത്തിന്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. യഹോവ മോശയോട് കൽപ്പിച്ചത് എന്റെ ആത്മാവുള്ള പുരുഷനായ നൂന്റെ മകനായ യോശുവയെ വിളിച്ചു. ഹല്ലേലൂയ. അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസറിന്റെയും സർവ്വസഭയുടെ മുമ്പാകെ നിർത്തി അവൻ കാണുകയെ അവൻ ആജ്ഞ കൊടുക്ക. ഹല്ലേലൂയ. ഇന്ന് രാത്രി ആത്മാവില്ലാത്തവൻ എനിക്കുള്ളവനല്ല. ജഡത്തിന്റെ പ്രവൃത്തികൾ ആത്മാവിന്റെ പ്രവൃത്തിക്ക് വിരുദ്ധമാണ്. ജഡത്തിന്റെ പ്രവൃത്തികൾ അനുഭവിക്കുവാൻ കൃപ ലഭിച്ചവർ കരമടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാത്ത അന്ത്യകാലത്ത് അതിന്റെ ജനത്തിന് ഞാൻ എന്റെ ആത്മാവിന്റെ പകരം അതെ എന്റെ ആത്മാവുള്ള ഹല്ലേലൂയ സകല ജനത്തിന്റെയും ഹല്ലേലൂയ ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ ഒരാളെ നിയമിക്കുമാറാകാൻ യഹോവ മോശയോട് കൽപ്പിച്ചത് എന്റെ ആത്മാവുള്ള പുരുഷനായി ഹല്ലേലൂയ നൂന്റെ മകനായ യോശുവയെ വിളിച്ചു. ഹല്ലേലൂയ. ഇന്ന് രാത്രി ദൈവം നിന്നെ വിളിച്ച് അഭിഷേകം ചെയ്യുക. നിന്നെ വിളിച്ച് അഭിഷേകം ചെയ്ത നിനക്ക് മൗനമായിരിക്കുവാൻ കഴിയത്തില്ല. ആത്മഭാരമുള്ളവനായി കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ നീ തയ്യാറാകുമ്പോൾ നിന്റെ പ്രാർത്ഥന നിമിത്തം ദേശത്ത് ദൈവപ്രവൃത്തി വെളിപ്പെടും. വിശ്വസിക്കുന്നവർ സകല ജീവ ജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു. ആരുടെ കയ്യിൽ? സകല ജഡത്തിന്റെയും സിട്ടാവാം ദൈവത്തിന്റെ കയ്യിൽ. അവന് സാധ്യമായിട്ടൊന്നുമില്ലെന്ന്. സകല ജീവജന്തുക്കളുടെയും പ്രാണനും സകല മനുഷ്യവർഗത്തിന്റെ ശ്വാസവും അവന്റെ കയ്യിലിരിക്കുന്നു. ഡോക്ടർ പറയും തീർന്നു, ഇനി രക്ഷയില്ല, അവധി പറഞ്ഞിരിക്കുകയാ. എന്നാൽ അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. നിന്റെ രോഗത്തെ വചനമയച്ച് സൗഖ്യമാക്കുവാൻ കഴിയുന്നവനാ. നിന്റെ തലമുറയുടെ അവസ്ഥകളെ അതെ കണ്ട് നിലവിളിക്കുന്ന നിന്റെ നിലവിളിയുടെ മധ്യ ഇറങ്ങി വന്ന് തലമുറകളെ ദുഷിച്ച സ്വഭാവത്തെ നീക്കുവാൻ ശക്തനായവനാ. അവൻ സകല ജനത്തിന്റെ വീട്ടിൽ അലോഗ്യമുണ്ടാക്കി കലകമുണ്ടാക്കി ഇറങ്ങിപ്പോയ ലോത്ത് തെരഞ്ഞെടുത്ത സോദോമ് നശിക്കാൻ പോകുന്നുവെന്നുള്ള ദൂത് അബ്രഹാമിന്റെ കാതിലെത്തിച്ച ദൈവം. ദൂത് കേട്ട അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നത് വൃഥാവായില്ല. മാതാവേ പിതാവേ നിന്റെ കണ്ണുനീരിന് മറുപടിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയുണ്ട്. നീ അബ്രഹാമിനെ പോലെ വിടേണ്ടത് വിട്ടിറങ്ങിയതാണെങ്കിൽ അവൻ നിശ്ചയമായും ആക്ഷേപങ്ങൾ നിന്റെ കൂടെ ഉണ്ടെങ്കിലും പരിഭവം നിനക്കുണ്ടെങ്കിലും ഹൃദയങ്ങൾ അറിയുന്ന ദൈവം അമ്മയുടെ തോപ്പിലിരുന്ന് അവന്റെ ഹൃദയത്തിന്റെ നൊമ്പരങ്ങൾ അറിഞ്ഞ് വാഗ്ദത്തം നിവർത്തിച്ചു കൊടുത്തവൻ കൂടെ ഇന്ന് രാത്രി ഈ കണ്ട വാഗ്ദത്തത്തിന്റെ നിവർത്തിയിലേക്ക് നിന്നെ എത്തിക്കുവാൻ ശക്തമായ ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ ഓ കരവടിച്ച് എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയോ
എന്റെ ന്യായപ്രമാണങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ. ആരാ നീതിമാൻ? എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും എന്റെ ന്യായങ്ങളെ പ്രമാണിക്കുകയും ചെയ്തുകൊണ്ട് നേരോടെ നടക്കുന്നവൻ നീതിമാൻ. അവൻ നിശ്ചയമായി ജീവിച്ചിരിക്കും എന്ന യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. പാപം ചെയ്ത ദൈവതേജസ്സ് നഷ്ടപ്പെട്ടവനായ മാനവരാശിയെ വീണ്ടെടുക്കുവാൻ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ലോകത്തിന്റെ മധ്യസ്ഥാനത്തിൽ അയച്ചു. ഹല്ലേലൂയ. പാലസ്തീനായി ജനിച്ച യേശു കർത്താവ് 33 തിരുവയസ്സ് വരെ ഈ ഭൂമിയിൽ ആയിരുന്നു. എഴുതിയതുപോലെ ജനിച്ച്, എഴുതിയതുപോലെ ജീവിച്ച്, എഴുതിയതുപോലെ വളർന്ന്, എഴുതിയതുപോലെ മരിച്ച്, എഴുതിയതുപോലെ അടക്കപ്പെട്ട്, എഴുതിയതുപോലെ ഉയർത്തെഴുന്നേറ്റ് ഇന്ന് പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്ന യേശു കർത്താവ് വീണ്ടും വരുമെന്ന് പ്രത്യാശയുള്ളവർ ഇന്ന് രാത്രി ആമേൻ ടൈപ്പ് ചെയ്ത കരമടിച്ച കർത്താവിനെ. ഹല്ലേലൂയ. എന്നാൽ അവനൊരു മകൻ ജനിച്ചിട്ട് അവൻ നിഷ്കണ്ഠനായിരുന്നു രക്തം ചൊരിയുക, അവയിൽ ഏതെങ്കിലും ചെയ്യുക, ചെയ്യേണ്ടതൊന്നും ചെയ്യാതിരിക്കെ പൂജാതിരികളിൽ വെച്ച് ഭക്ഷണം കഴിക്കുക, കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക, എളിയവനോടും ദരിദ്രനോടും അന്യായം ചെയ്യുക, പിടിച്ചു പറിക്കുക, പണയം മടക്കി കൊടുക്കാതിരിക്കുക, വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കുക, മ്ലേച്ഛത പ്രവർത്തിക്കുക, പലിശയ്ക്ക് കൊടുക്കുക, ലാഭം വാങ്ങുക എന്നിവ ചെയ്യുന്നവനായ അവൻ ജീവിച്ചിരിക്കുമോ? വചനം പറയുന്നു, അവൻ ജീവിച്ചിരിക്കുകയില്ല. അവൻ ഈ മ്ലേച്ഛതകളൊക്കെയും ചെയ്തുവല്ലോ, അവൻ മരിക്കും, അവന്റെ രക്തം അവന്റെ മേൽ വരും. ഹല്ലേലൂയ. എന്നാൽ അവനൊരു മകൻ ജനിച്ചിട്ട് അവൻ തന്നെ അപ്പൻ ചെയ്ത സകല പാപങ്ങളും കണ്ട് പേടിച്ച് അങ്ങനെയുള്ളതിനെ ചെയ്യാതെ പർവ്വതങ്ങളിൽ വെച്ച് ഭക്ഷണം കഴിക്കാം, ഇസ്രായേൽ ഗ്രഹത്തിന്റെ വിഗ്രഹങ്ങളെ നോക്കി നമസ്കരിക്കാം, കൂട്ടുകാരന്റെ ഭാര്യയെ വഷളാക്കുക, ആരോടെങ്കിലും അന്യായം ചെയ്യുക, പണം കൈവശം വെച്ചുകൊണ്ടിരിക്കുക, പിടിച്ചു പറിക്കുക എന്നിവയൊന്നും ചെയ്യാതെ വിശപ്പുള്ളവന് അപ്പം കൊടുക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും നീതികേട് ചെയ്യാതെ വണ്ണം കൈ മടക്കിക്കൊള്ളുകയും പലിശയും ലാഭവും വാങ്ങാതിരിക്കുകയും എന്റെ വിധികളെ നടത്തി എന്റെ ചട്ടങ്ങളെ അനുസരിക്കുകയും ചെയ്യുന്നുവെങ്കിൽ അവൻ അപ്പന്റെ അകത്യ നിമിത്തം മരിക്കാതെ ജീവിച്ചിരിക്കും. ആകാശം മാറിയാലും ഭൂമി മാറിയാലും മാറാത്ത ദൈവവചന പ്രകാരം ആലോചനയിൽ വരുവനായ ദൈവം ഇന്ന് രാത്രി നിന്റെ കാതുകളിൽ കേൾപ്പിക്കുന്ന വചനം വിശ്വസിച്ച് പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച്, യേശുവേ ഞാനൊരു പാപിയാ, എന്റെ അപ്പനപ്പൂപ്പന്മാർ ചെയ്തത് ആമേൻ അത് ഞാൻ ശീലിച്ച് ഇന്ന് ഞാൻ ഈ ശാപത്തിൽ, ഇന്ന് ഞാൻ ഈ പാപത്തിൽ, ഇന്ന് ഞാൻ ഈ കഷ്ടത്തിൽ അകപ്പെട്ടിരിക്കുന്നു. ഇതിനകത്ത് നിന്ന് എന്നെ രക്ഷിപ്പാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയത്തുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ നീ ഇരിക്കുന്ന ഈ ഇരിപ്പിലിരുന്ന് കൊണ്ട് യേശുവേ നീ എന്റെ ഹൃദയത്തിലേക്ക് വരണമെന്ന് നീ വിളിക്കുന്നുവെങ്കിൽ നിശ്ചയമായും നിന്റെ വിളി കേട്ട നിന്റെ ഹൃദയത്തിലേക്ക് യേശു വരുവാൻ ഇടയായി. ഹല്ലേലൂയ. അവൻ ആമേൻ അപ്പനോ ക്രൂര പീഡനം ചെയ്തു, സഹോദരനോട് പിടിച്ചു പറിച്ചു, തന്റെ ജനത്തിന്റെ ഇടയിൽ കൊള്ളരുതാത്തത് പ്രവർത്തിച്ചതുകൊണ്ട് തന്റെ അകത്യത്താൽ മരിക്കും. എന്നാൽ മകൻ അപ്പൻ അകത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നു. മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന തലമുറകളോട് ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, പൂർവികന്മാർ അതേ ദൈവത്തിനെതിരെ ചെയ്ത നിമിത്തം ശാപത്തിനകപ്പെട്ട് കിടക്കുന്നെങ്കിൽ ഇന്ന് രാത്രി ആമേ അപ്പന്റെ അകത്യം വഹിക്കേണ്ടതല്ലയോ എന്ന് നിങ്ങൾ ചോദിക്കുന്നുവെങ്കിൽ, മകൻ നീതിയും ന്യായവും പ്രവർത്തിച്ച എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ച് നടക്കുന്നുവെങ്കിൽ അവൻ ജീവിച്ചിരിക്കും. ആമേൻ. യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട സമയത്ത് യേശു ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമത്രേ. ഹല്ലേലൂയ. ആബേലിന്റെ രക്തത്തെക്കാൾ ഗുണകരമായി സംസാരിക്കുന്ന യേശുവിന്റെ പുണ്യരക്തത്താൽ കഴുകൽ പ്രാപിച്ച ഒരു ദൈവവൈതലായി ജീവിക്കുവാൻ ഹല്ലേലൂയ സമർപ്പിക്കപ്പെട്ടവർ ഇന്ന് രാത്രി ലൈവിലുണ്ടെങ്കിൽ അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. പാപം ചെയ്യുന്ന ദേവി മരിക്കും. മകൻ അപ്പന്റെ അകത്യം വഹിക്കേണ്ട, അപ്പൻ മകന്റെ അകത്യവും വഹിക്കേണ്ട. നീതിമാന്റെ നീതി അവന്റെ മേലും ദുഷ്ടന്റെ ദുഷ്ടത അവന്റെ മേലും ഇരിക്കും. എന്നാൽ ദുഷ്ടൻ താൻ ചെയ്ത സകല
പാപങ്ങളെ വിട്ടുതിരിഞ്ഞ് എന്റെ ചട്ടങ്ങളൊക്കെയും പ്രമാണിച്ച് നീതി ന്യായം പ്രവർത്തിക്കുന്നുവെങ്കിൽ അവൻ മരിക്കാതെ ജീവിച്ചിരിക്കും. അവൻ ചെയ്ത അതിക്രമങ്ങളിൽ ഒന്നിലെയും അവന് കണക്കിടയില്ല. അവൻ ചെയ്ത നീതിയാൽ അവൻ ജീവിക്കും. അപ്പാ, ഞാൻ സ്വർഗത്തോട് നിന്നോട് പാപം ചെയ്തിരിക്കുന്നു. ഇനി നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ ഞാൻ യോഗ്യനല്ല എന്ന് തിരിച്ചു അനുഭവിച്ചെഴുന്നേൽക്കുവാൻ തയ്യാറായ ധൂർത്തപുത്രനെ തള്ളിക്കളയാൻ ചേർത്ത് നിർത്തി മാനിച്ച നല്ല പിതാവ്, ആലോചനയിൽ വലിയവൻ, പ്രവൃത്തിയിൽ വലിയവൻ, ഞാൻ സകല ജഡത്തിന്റെ ദൈവമല്ല, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? നീ എന്തിനാ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നു? നീ എന്തിനാ സ്വയം പഴിക്കുന്നു? ഇസ്രായേലേ, ഇന്ന് രാത്രി മടങ്ങി വരുവാൻ നീ തയ്യാറാണ്. രക്ഷിക്കപ്പെട്ട ദൈവ പൈതലേ, നിന്റെ കണ്ണുനീരിനെ കണ്ട, നിന്റെ നിരാശ കണ്ട, നിന്റെ വേദന കണ്ട ഇന്ന് രാത്രി ആലോചന വലിയവൻ, പ്രവൃത്തി വലിയവൻ, അനുഭവിക്കുവാൻ നീ തയ്യാറാണ്. പ്രവർത്തിപ്പാൻ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. അവനിലല്ലോ നാം ജീവിക്കുകയും ചരിക്കുകയും ഇരിക്കുകയും ചെയ്യുന്നത്. അങ്ങനെ നിങ്ങളുടെ കവിവരന്മാരിലും ചിലർ നാം അവന്റെ സന്താനമല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നു. നാം ദൈവത്തിന്റെ സന്താനമെന്ന് വരികയാണ്. ദൈവം മനുഷ്യന്റെ ശില്പവിദ്യയും സങ്കല്പവും കൊണ്ട് കൊത്തിത്തീർക്കുന്ന പൊൻ, വെള്ളി, കല്ല് എന്നിവയോട് സാദൃശ്യമെന്ന് നിരൂപിക്കേണ്ടതല്ല. എന്നാൽ അറിയായ്മയുടെ കാലങ്ങളെ ദൈവം ലക്ഷ്യമാക്കാതെ ഇപ്പോൾ എല്ലായിടത്തും എല്ലാവരും മാനസാന്തരപ്പെടണമെന്ന് മനുഷ്യനോട് കൽപ്പിക്കുന്നു. ഇന്ന് രാത്രി മതം മാറുന്ന കാര്യമല്ല, നിന്റെ മനസ്സ് മാറുന്ന കാര്യമാണ് പറയുന്നത്. ഹല്ലേലൂയ. പാപം ചെയ്യുന്നതേ മരിക്കും. ഹല്ലേലൂയ. നിത്യനരകത്തിൽ ചെന്ന് വീഴും. ആമേൻ. എന്നാൽ നിത്യജീവൻ നിനക്കുണ്ടാകേണ്ടതിന് മാനവരാശിയുടെ രക്ഷയ്ക്ക് വേണ്ടി ആകാശത്തിന്റെ കീഴിൽ ഭൂമിക്ക് മീതെ പിതാവായ ദൈവം നൽകിയ നാമം യേശു എന്ന നാമമാണ്. പാപിയെ ആമേൻ സ്നേഹിക്കുന്ന, പാപത്തെ വെറുത്ത് ആമേൻ നിത്യതയ്ക്ക് വേണ്ടി ആമേൻ മനുഷ്യനെ കൈപിടിച്ചുയർത്തുവാൻ ഈ ഭൂമിയിലേക്ക് വന്ന യേശു കർത്താവിനെ അത് രക്ഷകനായി സ്വീകരിക്കുവാൻ നീ തയ്യാറായിട്ടില്ലെങ്കിൽ സ്നേഹിത, താങ്കൾക്ക് വേണ്ടിയാ യേശു ഈ ഭൂമിയിൽ ജനിച്ചത്. ഈ സത്യം നീ വിശ്വസിക്കുവാൻ തയ്യാറാകുക. ഈ സത്യം നീ ഉൾക്കൊള്ളുവാൻ തയ്യാറാകുക. ആമേൻ. ഞാൻ തന്നെ വഴിയും സത്യവും ജീവനും എന്ന് പറഞ്ഞ യേശു കർത്താവ് ഒരുക്കിയ രക്ഷ, അതേ നീ ഗണ്യമാക്കാതെ പോകരുതേ. ഹല്ലേലൂയ. അത്യുന്നതനായ ദൈവത്തിന് ഹല്ലേലൂയ ഇന്ന് രാത്രി നിങ്ങളോട് പറയുവാനുള്ളത്. ഹല്ലേലൂയ. ആമേൻ. അതേ സങ്കീർത്തനം 29 4 മുതൽ 9 വരെയുള്ള വാക്യങ്ങളിൽ യഹോവയുടെ ശബ്ദം ശക്തിയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം മഹിമയോടെ മുഴങ്ങുന്നു, യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു. ഹല്ലേലൂയ. അവനവയെ കാട്ടുകുട്ടിയെ പോലെ ലെബാനോനെയും സിറിയോനെയും കാട്ടുപോത്തിൻ കുട്ടിയെ പോലെ തുള്ളിക്കുന്നു. യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിന്തിക്കുന്നു, യഹോവയുടെ ശബ്ദം മരുഭൂമിയെ നടുക്കുന്നു, യഹോവ കാദേശ് മരുവിനെ നടുക്കുന്നു, യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു, അത് വനങ്ങളെ തോലിരിക്കുന്നു, അവന്റെ മന്ദിരത്തിൽ സകലമഹത്വം എന്ന് ചൊല്ലുന്നു. ഇന്ന് രാത്രി ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. ആമേൻ. ശത്രുക്കളുടെ മുമ്പാകെ നിന്നെ മാനിപ്പാൻ, നാശകരമായ കുഴിയിൽ കിടക്കുന്ന നിന്നെ കരപിടിച്ചുയർത്തുവാൻ ഹല്ലേലൂയ ദൈവം ശക്തനാണ്. ഹല്ലേലൂയ. നാം വിശുദ്ധ തിരുവെഴുത്തുകളിലൂടെ എല്ലാ ദിവസവും ഹല്ലേലൂയ അതേ സമയം ചെലവഴിക്കുമെങ്കിൽ നിശ്ചയമായും ദൈവം അങ്ങനെയുള്ളവരോട് സംസാരിപ്പാൻ തക്കവണ്ണം ഇടയായി തീരും. ഹല്ലേലൂയ. വിശുദ്ധ തിരുവെഴുത്തുകളുമായി പൊരുത്തപ്പെടാത്ത ഏതൊരു ആമേൻ ശബ്ദവും ദൈവത്തിന്റെ ശബ്ദമല്ലെന്ന് എന്ത് ചെയ്യണം? തിരിച്ചറിയണം. ഹല്ലേലൂയ. ചെറിയ സ്വരത്തിലൂടെ നമ്മോട് സംസാരിക്കുവാൻ ഹല്ലേലൂയ അവൻ ഉപയോഗിക്കുന്ന അവൻ ശബ്ദമാണ് അവന്റെ ആത്മാവിൽ ഉള്ള ശബ്ദം. ഹല്ലേലൂയ. ശാന്തമായ അന്തരീക്ഷത്തിൽ നീ ഉറങ്ങിക്കിടക്കുമ്പോൾ, നീ മയങ്ങി തുടങ്ങുമ്പോൾ നിന്നോട് ദൈവം സംസാരിക്കും തന്റെ വചനത്തിലൂടെ. കറച്ചു കീറുന്ന സിംഹത്തെ പോലെ അലറിക്കൊണ്ട് നടക്കുന്ന പിശാചിന്റെ ശബ്ദം നീ തിരിച്ചറിയണം. അവൻ ഭയങ്കര തന്ത്രശാലിയാണ്. ഹല്ലേലൂയ. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായം 12-ാം വാക്യം. ഹല്ലേലൂയ. ആമേൻ. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃത സ്വരമുണ്ടായി. എന്താണ് അവിടെ വിവരിക്കുന്നത്?
അതിനുശേഷം അവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ഇസ്രായേൽ മക്കൾ നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞു. ഞാൻ ഒരുത്തം മാത്രം ശേഷിച്ചിരിക്കുന്നു, അവർ എനിക്കും ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. എത്രയോ പ്രാവശ്യം നീ പറഞ്ഞു, ആമേൻ, ഞാൻ മാത്രമേ ഇവിടെ ശേഷിക്കുന്നുള്ളൂ, എന്റെ വീട്ടിൽ എന്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആരുമില്ല, എന്നോടൊപ്പം ദൈവസന്നിധിയിൽ മുഴങ്ങാൻ മടക്കാൻ ആരുമില്ല, നീ പറഞ്ഞില്ലേ? അപ്പോൾ ദൈവം ആമേൻ ഇങ്ങനെ പറഞ്ഞു, നീ പുറത്തു വന്ന് പർവ്വതത്തിൽ യഹോവയുടെ മുമ്പാകെ നിൽക്കാം എന്ന് അവൻ കൽപ്പിച്ചു. മോശേ, നീ നിൽക്കുന്ന പർവ്വതമുണ്ടല്ലോ വിശുദ്ധമാ, നീ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. കൊള്ളാം, നിന്റെ കാലിൽ അശുദ്ധിയുടെ ചെരുപ്പുണ്ടെങ്കിൽ ദൈവത്തോട് നിനക്ക് അടുക്കുവാൻ കഴിയത്തില്ല. ഇന്ന് രാത്രി നീ മാത്രമാണോ ശേഷിക്കുന്നത്? മോശയെ പോലെ നീ ഒറ്റയ്ക്കാണോ? നിന്റെ കാലിൽ നിന്ന് അശുദ്ധിയുടെ ചെരുപ്പ് അഴിച്ചു മാറ്റി. അപ്പോൾ ഇതാ യഹോവ കടന്നു പോകുന്നു. ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റ് യഹോവയുടെ മുമ്പിൽ പർവ്വതങ്ങളെ കീറി പാറകളെ തകർത്തു. എന്നാൽ കാറ്റിൽ യഹോവ ഇല്ലായിരുന്നു. കാറ്റിന് ശേഷം ഒരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പത്തിലും യഹോവ ഇല്ലായിരുന്നു. ഭൂകമ്പത്തിന്റെ ശേഷം ഒരു തീയിലും യഹോവ ഇല്ലായിരുന്നു. തീയുടെ ശേഷം സാവധാനത്തിൽ ഒരു മൃദസ്വരം ഉണ്ടായി. ഹല്ലേലൂയ. ഇന്ന് രാത്രി മൃദുവായി ശാന്തമായി സ്വർഗത്തിലെ ദൈവം നിന്നോട് ഇടപെടുകയാണ്. ഹല്ലേലൂയ. ഏലിയാവ് അത് കേട്ടിട്ട് തന്റെ പുതപ്പ് കൊണ്ട് മുഖം മൂടി പുറത്തു വന്ന് മുഖാമുഖത്ത് നിന്ന്, ഏലിയാവേ, ഇവിടെ നിനക്ക് എന്ത് കാര്യം എന്ന് ചോദിക്കുന്ന ഒരു ശബ്ദം അവൻ കേട്ടു. ഇന്ന് രാത്രി എത്ര ദൈവശബ്ദം കേൾക്കുന്നുണ്ട്? ആദമേ, നീ എവിടെ എന്ന് ചോദിക്കുമ്പോ വൃക്ഷത്തിന്റെ മറവിൽ മറഞ്ഞിരുന്നു കൊണ്ട് അവൻ വിളി കേൾക്കുക. ഇന്ന് രാത്രി പാപം ചെയ്ത വ്യക്തിയാണോ? നിനക്ക് ദൈവത്തോട് അടുത്ത് വരുവാൻ പറ്റത്തില്ല. നോക്കിക്കേ, ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ടിരുന്ന ആദാം ഇപ്പോൾ വൃക്ഷത്തിന്റെ മറവിൽ ഒളിഞ്ഞിരിക്കുക. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയ സ്നേഹിത, സഹോദര, ഉടപ്പറപ്പേ, ഒരിക്കൽ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ദൈവസഭയുടെ അംഗമായി, ആരാധനയില് പാട്ടും വാദ്യമേളവും ഹല്ലേലൂയ ഔദ്യോഗിക സ്ഥാനമൊക്കെ വഹിച്ചത് പറയാനുണ്ട്. എന്നാൽ ഇന്ന് രാത്രി നിന്റെ സ്ഥാനം എവിടെയാ? ദുഷ്ടന്മാരുടെ കൂടെയാ? പാപികളുടെ കൂടെയാ? പരിഹാസികളുടെ കൂടെയാ? സഭയ്ക്കകത്ത് നിനക്ക് സ്ഥാനമുണ്ടോ? ഞാൻ ഈ പറയുന്ന സഭ ഇവിടെ കാണുന്ന ഇംഗ്ലീഷിലെ ആൽഫാബറ്റിക് ക്രമത്തില് അക്ഷരം ചേർത്ത് രജിസ്റ്റർ ചെയ്ത സഭയുടെ കാര്യമല്ല പറയുന്നത്. ഞാൻ എന്റെ സഭയെ പടിയും പാതാള ഗോപുരങ്ങളെ ജയിക്കില്ല എന്ന് പറഞ്ഞ ദൈവസഭയ്ക്കകത്ത് നിനക്ക് സ്ഥാനമുണ്ടോ? ഹല്ലേലൂയ. അതിനവൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് വേണ്ടി ഞാൻ വളരെ ശുഷ്കാന്തിച്ചിരിക്കുന്നു. ഇസ്രായേൽ മക്കൾക്ക് നിന്റെ നിയമത്തെ ഉപേക്ഷിച്ച് നിന്റെ യാഗപീഠങ്ങളെ ഇടിച്ച് നിന്റെ പ്രവാചകന്മാരെ വാൾ കൊണ്ട് കൊന്നുകളഞ്ഞ് ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവൻ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നു എന്ന് പറഞ്ഞു. ഇന്ന് രാത്രി നിന്റെ കൂട്ടത്തിലുള്ളവരെ നിനക്കെതിരെ പ്രതിയോഗിയായി എഴുന്നേറ്റിരിക്കുമ്പോൾ ഏലിയാവിനെ പോലെ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, എനിക്കും അവൻ ജീവഹാനി വരുത്തുവാൻ നോക്കുന്നുവെന്ന് പറഞ്ഞ് നിലവിളിക്കുന്ന അനുഭവമാണോ? യഹോവ അവനോട് അരുളി ചെയ്തതെന്നാൽ, നീ പുറപ്പെട്ട് ദമസ്കസിന്റെ മരുഭൂമി വഴിയായി മടങ്ങി പോകാം. ഹല്ലേലൂയ. അതെ, എവിടെയാ പോകേണ്ടത്? പാലും തൈരും ഒഴുകുന്ന കനാൻ നാട്ടിലൂടെയല്ല, ദമസ്കസ് മരുഭൂമി വഴിയായി മടങ്ങി പോകുക. ദൈവവൈദ്യരെ, ഒരു മരുഭൂമി നിന്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അതിനപ്പുറത്ത് ഒരു ദൈവ പ്രവൃത്തിയുണ്ട്. ഹല്ലേലൂയ. ഇന്ന് നീ കടന്നു പോകുന്നത് മരുഭൂമിയുടെ അനുഭവത്തിലൂടെയാണ്. നീ ഒറ്റയ്ക്ക, ശരിയാ? അതെ, നിന്റെ കൂടെയുള്ളവർ അതെ ദുഷ്ടപിശാച് പകർത്തിട്ടിരിക്കുക, നീ ഒറ്റയ്ക്ക് ശേഷിച്ചിരിക്കുക. ഇന്ന് രാത്രി ദൈവം പറയുന്നു, അതെ, ആ ദമസ്കസിന്റെ മരുഭൂമി വഴിയായി നീ മടങ്ങി പോകാം. ഇന്ന് രാത്രി നീ മടങ്ങി പോകാൻ തയ്യാറാണോ? നീ എത്തുമ്പോ ഹസേലിന് അരാമിന് രാജാവായിട്ട് എന്ത് ചെയ്യണം? അഭിഷേകം ചെയ്യണം. ഹല്ലേലൂയ. ഒരു ദൈവപ്രവൃത്തി നിന്നിലൂടെ ചെയ്തെടുക്കുവാൻ ദൈവം ശക്തനാണ്. ഇന്ന് രാത്രി സകല ജനത്തിന്റെ ദൈവമാ, എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഈ കാലഘട്ടങ്ങളിൽ അനേകർ തകർന്നുകൊണ്ടിരിക്കുമ്പോ തകർക്കുന്നവരെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായി ദൈവത്തോട് ചേർന്ന് പ്രേക്ഷിത പ്രവർത്തനത്തിന്റെ ഭാഗമാക്കാകുവാൻ വിശ്വസ്തരം തന്നെ ഈ വേലയ്ക്കാക്കി വെച്ചിരിക്കുന്ന അഭിഷക്തന്മാരെ,
ഹല്ലേലൂയ. ലോകാവസാനത്തോളം കൂടെ ഇരിക്കുന്ന ഒരു നല്ല ദൈവം, അവന്റെ സാന്നിധ്യം ഇന്ന് രാത്രി അനുഭവിക്കുന്നവർ കരമടിച്ച് കർത്താവിന്റെ മഹത്വം കൊടുത്താൽ ഹല്ലേലൂയ. അവന്റെ വചനം യിരെമ്യാ പ്രവാചകന്റെ അടുക്കലേക്ക് വന്നു. യിരെമ്യാവിനോടുള്ള ആ വചനത്തിനിടയിൽ അവനൊരു ചോദ്യം ചോദിച്ചു. ഹല്ലേലൂയ. പ്രിയരെ, പ്രാരംഭ വേദഭാഗത്ത് നിന്ന് അവൻ നാം കേട്ട ചോദ്യം എന്തായിരുന്നു? ഹല്ലേലൂയ. ഇന്ന് രാത്രി അത്തരം ഒരു ചോദ്യം നിങ്ങളോട് ചോദിച്ചാൽ എന്തായിരിക്കും മറുപടി? ഹല്ലേലൂയ. ഒരുപക്ഷെ നിങ്ങൾ നിരവധി വെല്ലുവിളികളിലൂടെയോ കഷ്ടതകളിലൂടെയോ കടന്നു പോകുന്ന ഒരു വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. നിങ്ങൾ അവയെ കുറിച്ച് ദൈവത്തോട് ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തിയായിരിക്കാം. ഹല്ലേലൂയ. ചിലപ്പോ ദൈവം നിങ്ങളെ ഉപേക്ഷിച്ചു എന്ന് നിങ്ങൾക്ക് തോന്നിയേക്കാം. എന്തിനെന്ന് ചോദിച്ചില്ല, എന്റെ നന്മയ്ക്കായ കാര്യമുള്ളൂ ഞാൻ. ഓ, എന്തിനെന്ന് ചോദിക്കില്ല, എന്റെ നന്മയ്ക്കായ കാര്യമുള്ളൂ ഞാൻ. എത്ര പേരറിയുന്നു? ദൈവമേ നിനക്കനുകൂല അത് അറിയുന്നു ഞാൻ. ദൈവമേ നിനക്കനുകൂല അത് എത്ര പേരറിയുന്നുണ്ടോ? വിശ്വാസത്തോടെ അവയെ മുൻകാട്ടിയോട് ഒറ്റക്കായിരിക്കുന്ന നിനക്കെതിരെ പ്രതിയോഗിയായ പിശാച് എഴുന്നേറ്റ് അത് വെല്ലുവിളിക്കുമ്പോ ഈ തകർന്നു പോകുവാൻ അനുവദിക്കാം. നിനക്ക് അനുകൂലമായി ഒരു ദൈവമുണ്ട്. അവന്റെ സാന്നിധ്യം അനുഭവിക്കുന്നവർ എന്റെ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ ചോദ്യത്തിനുള്ള നിങ്ങളുടെ ഉത്തരം ഹല്ലേലൂയ. നിങ്ങളുടെ വെല്ലുവിളിയെ കുറിച്ച് ദൈവത്തിന് അറിയില്ലെന്നോ, ഹല്ലേലൂയ, അവൻ നിങ്ങളെ ഉപേക്ഷിച്ചുവെന്നോ ഉള്ള ധാരണ എന്ത് ചെയ്യരുത്? സൃഷ്ടിക്കരുത്. ഹല്ലേലൂയ. ദുഷ്ടപിശാച് അവൻ ആദാമിന്റെ ഭാര്യയായ ഹവ്വയോട് ചെന്നിട്ട് പറഞ്ഞത് എങ്ങനെയാ? അവൻ ചുമ്മാ പറഞ്ഞതാ, ഇത് തിന്നാൽ നിങ്ങൾ ദൈവത്തെ പോലാകും, അതുകൊണ്ടാണ് തിന്നരുതെന്ന് പറഞ്ഞത്. ഹല്ലേലൂയ. തെറ്റിദ്ധരിപ്പിക്കുന്ന ലോകം, തെറ്റിച്ച് കളയുന്ന ലോകം, ഇന്ന് രാത്രി തെറ്റിപ്പോകാതിരിപ്പാൻ ദൈവവചന പ്രകാരം ജീവിപ്പാൻ കൊണ്ടമിടയാൽ. ഹല്ലേലൂയ. തീർച്ചയായും ദൈവത്തിന് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. ഡോക്ടർ പറയാമോ? കാരണം അവനാൽ എല്ലാം സാധ്യം. അസാധ്യമേ എല്ലാം സാധ്യമേ, എന്റെ ദൈവം എന്റെ കൂടെയുള്ളതാ. സാധ്യമേ എല്ലാം സാധ്യമേ, എന്റെ യേശു എന്റെ കൂടെയുള്ള. ആരാ യേശു? ഹല്ലേലൂയ. യേശു അവൻ പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുവാൻ ഈ ലോകത്തിലേക്ക് അവൻ സകല മഹത്വവും ഉപേക്ഷിച്ചിറങ്ങി വന്നവനാ. ഹല്ലേലൂയ. ദൈവത്തോടുള്ള സമസ്തം മുറുകെ പിടിക്കാതെ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നവൻ. ഹല്ലേലൂയ. തീർച്ചയായും ദൈവത്തിന് ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള കാര്യമില്ലെന്നേ സഹോദര സഹോദരി വിശ്വസിക്കുക. കാരണം അവനാൽ എല്ലാം സാധ്യമാണ്. നിങ്ങളുടെ ഉത്തരം ഇതായിരിക്കട്ടെ: ഓ എന്റെ ദൈവമേ, നിങ്ങൾക്കെല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രി ഹൃദയം കലങ്ങി പോകരുത്. എന്നിലും ദൈവത്തിൽ വിശ്വസിപ്പേ. ഹല്ലേലൂയ. വിശ്വസിക്കുന്നവർ കരമടിച്ച് കർത്താവിനാകത്തം കൊടുത്താൽ നിങ്ങൾ ആകാശവും ഭൂമിയും അതിലുള്ളതെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ, ഹല്ലേലൂയ, അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ, ഹല്ലേലൂയ, വെല്ലുവിളികളും കഷ്ടപ്പാടുകളും, ഹല്ലേലൂയ, നിങ്ങൾക്ക് കൈകാര്യമാണ്. ഹല്ലേലൂയ. ആമേൻ. അതെ, നിങ്ങളെ ശക്തീകരിക്കുന്ന ആത്മാവിനെ സ്വർഗ്ഗം നിങ്ങളുടെ മേൽ പകരുവാൻ കൊണ്ടമിടയായി. ഹല്ലേലൂയ. ആമേൻ. ഇതാണ് ആമേൻ നിങ്ങളുടെ ഉത്തരമെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങൾ വിശ്വാസം സജ്ജമാക്കി, ഹല്ലേലൂയ, ദൈവം നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ആ സൗഭാഗ്യം, ആ സന്തോഷം അനുഭവിച്ച് ഈ ഭൂമിയിലെ ശിഷ്ടായുസ് ആമേൻ സന്തോഷത്തോടെ ജീവിക്കുവാൻ കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുമ്പോ സഭ ഇവിടുന്ന് എടുക്കപ്പെടുന്ന കൂട്ടത്തിൽ നിശ്ചയമായി ഇവിടുന്ന് എടുക്കപ്പെടുവാൻ തക്കവണ്ണം ഇടയായി തീരും. ഈ പ്രത്യാശയുള്ളവർ കരമടിച്ച് കർത്താവിന് വളർച്ച കൊടുക്കും. ദൈവം ആരാണെന്ന്, അവന് ചെയ്യുവാൻ കഴിയുന്ന കാര്യങ്ങൾ അത് വിശ്വസിക്കുവാനും അത് ഇടയായി
ചെയ്യുന്ന ഒരു ദൈവ പൈതലിന് ഹല്ലേലൂയ നിശ്ചയമായും പ്രതിഫലമുണ്ട്. ഹല്ലേലൂയ ആമേൻ. അതെ, എബ്രായ ലേഖനം 11-ാം അധ്യായം 6-ാം വാക്യം. ഹല്ലേലൂയ ആമേൻ. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുമെന്നും വിശ്വസിക്കേണ്ടതല്ലോ. ഇന്ന് രാത്രി ഈ ലൈവില് ഈ മെസ്സേജ് തീരുന്നതിന് മുമ്പ് ശ്രോതാവേ, നമ്മുടെ നടുവിൽ സർവശക്തനായ ദൈവം ഉണ്ട്. ഇന്ന് രാത്രി എത്ര പേർ വിശ്വസിക്കും? വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവർ ദൈവമുണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നുവെന്നും വിശ്വസിക്കുന്നല്ലോ. ഇന്ന് രാത്രി വിശ്വാസമുള്ളവർ കരമടിച്ച കർത്താവ്. വിശ്വാസമില്ലാതെ ആർക്കും അവനെ പ്രസാദിപ്പിക്കുവാൻ കഴിയില്ല. അത് അസാധ്യമാണ്. അങ്ങനെ ജീവിക്കുന്നതിന് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അവിശ്വാസം എന്ന് ദൈവത്തെ അവഗണിക്കുവാൻ കഴിയുന്ന ഒരു ചെറിയ തെറ്റല്ല, ഒരു തരം നിർഭാഗ്യവുമല്ല. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധത്തിന്റെ ആ ഹൃദയത്തിൽ അടിക്കുന്ന മാരകമായ ഒരു പാപമാണ്. ഹല്ലേലൂയ. അതിനെ നിസ്സാരമായി കാണരുത്. ദൈവത്തിന് വെളിച്ചത്തിന് പകരം പാപത്തിനും അന്ധകാരത്തിനുമായി ഒരു വ്യക്തിയുടെ ആന്തരിക തെരഞ്ഞെടുപ്പാണ്. ഹല്ലേലൂയ. ഇത് ദൈവത്തിന്റെ വെളിപ്പെടുത്തലിനെയും ദൈവപുത്രനെയും നിരസിക്കുന്നതാണ്. ഹല്ലേലൂയ. ദൈവം ആമേൻ അത്തരയുള്ളവരെ അതെ ശിക്ഷിക്കാതെ വിടുകയില്ല. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവിക ശിക്ഷയ്ക്ക് വിധേയരാകാതെ ദൈവിക രക്ഷയുടെ പദ്ധതിയായി ഭാഗമായി നിത്യജീവൻ അവകാശമായി ദൈവം ഒരുക്കിയ നിത്യത പ്രാപിക്കുവാൻ ഇന്ന് രാത്രി കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം ഇടയായി തീരട്ടെ. ഹല്ലേലൂയ. എബ്രായ ലേഖനം 3-ാം അധ്യായം. ഹല്ലേലൂയ. അതിന് 11-12 വാക്യങ്ങളൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 3-ാം അധ്യായം 11-12 വാക്യം. അവർ എന്റെ സ്വസ്ഥതയിൽ പ്രവേശിക്കുകയില്ല എന്ന് ഞാൻ എന്റെ ക്രോധത്തിൽ സത്യം ചെയ്തു. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സ്വസ്ഥതയോടെ കിടന്നുറങ്ങണമോ? സ്വസ്ഥതയോടെ ഈ ഭൂമിയിൽ ജീവിക്കണമോ? സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. ഇന്ന് രാത്രി നിങ്ങളിൽ ആർക്കും അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം ആമേൻ ഇല്ലാതിരിക്കുവാൻ എന്ത് ചെയ്യണം? നോക്കണം. സ്വസ്ഥത വേണമോ? സമാധാനം വേണമോ? സന്തോഷം വേണമോ? ഭാര്യ അവിശ്വസിക്കുക, ഭർത്താവിനെ അവിശ്വസിക്കുക, മക്കളെ അവിശ്വസിക്കുക, അങ്ങനെ കുടുംബത്തിനകത്ത് പഴിയും ദൂഷിയും. ഹല്ലേലൂയ. സഹോദരങ്ങളെ, വിശ്വാസമില്ല. ആർക്കും ആരെയും വിശ്വസിക്കുവാൻ കഴിയാത്തൊരു നിലവാരത്തിലേക്ക് ലോകം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരും പാപത്തിന്റെ ചതിയാ കഠിനപ്പെടാതിരിക്കേണ്ടതിന് ഇന്ന് എന്ന് പറയുന്നിടത്തോളം നാൾതോറും അന്യോന്യം പ്രബോധിപ്പിച്ചു. ആദ്യ വിശ്വാസം അവസാനത്തോളം മുറുകെ പിടിച്ചുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ട നാളി, സ്നാനപ്പെട്ട നാളി, ദൈവിക അഭിഷേകം പ്രാപിച്ച നാളി ഉണ്ടായിരുന്ന ആ വിശ്വാസവും ആ സ്നേഹവും മുറുകെ പിടിക്കുക. 19-ാം വാക്യം. ഹല്ലേലൂയ. ചൂടാവാല ശബ്ദ ഇങ്ങനെ അവിശ്വാസം നിമിത്തം അവർക്ക് പ്രവേശിപ്പാൻ കഴിഞ്ഞില്ല. പാലും തേനും ഒഴുകുന്ന കനാനാട്ടിലേക്ക് പ്രവേശിക്കുവാൻ കഴിഞ്ഞില്ല. കർത്താവ് താൻ ഗംഭീരനാദം മുഴക്കിക്കൊണ്ട് മധ്യാകാശത്തിൽ വരുവാൻ സമയമാഗതമായി. പ്രിയമുള്ളവരെ, വിശ്വാസം പോയി പോകാതിരിക്കും. ആമേൻ. നിങ്ങളുടെ ഹൃദയത്തിൽ അവിശ്വാസം ഉണ്ടാകാതെ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ യേശുവിന്റെ മുഖത്തേക്ക് നോക്കി യാത്ര ചെയ്യാം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 36-ാം വാക്യം വേഗം വായിച്ചാട്ട്. ഹല്ലേലൂയ. അനേകരുടെ വിശ്വാസം തടുത്തുകൊണ്ടിരിക്കുമ്പോൾ, അധർമ്മമൂർത്തി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. അപ്പനമ്മമാർ തമ്മിലുള്ള സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. മക്കളുടെ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാ. സഹോദരന്മാരുടെ
സഹോദരന്മാരുടെ സ്നേഹം, സഹോദരിമാരുടെ സ്നേഹം, കൂടപ്പുറപ്പിന്റെ സ്നേഹം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വായിക്കാം 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. പുത്രനെ അനുസരിക്കാത്തവനോ ജീവനെ കാണുകയില്ല. ദൈവക്രോധം അവരുടെ മേൽ വസിക്കുന്നതേ ഉള്ളൂ. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മാനവകുലത്തെ രക്ഷിപ്പാൻ പിതാവായ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു തന്റെ പുത്രനെ ക്രൂശിൽ തകർത്ത് കളഞ്ഞിട്ട് അവന്റെ രക്തം വിലയ്ക്ക് ഓടി ദൈവമക്കളെന്ന പദവി നൽകി എന്നെ നിങ്ങളെ ഉയർത്തിയിരിക്കുന്ന ദൈവം നമുക്ക് നിത്യജീവൻ നൽകിയിരിക്കുന്നു. പുത്രനെ വിശ്വസിക്കാത്തവര് നിത്യജീവനില്ല. അനുസരണം കണ്ടവരുടെ മേൽ ദൈവക്രോധം വെളിപ്പെടുകയാണ്. ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 8-ാം വാക്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, വചനം കേട്ട് കേൾക്കാത്തവരെ പോലാകാതെ ആമേൻ പ്രവൃത്തിയിൽ വലിയവനായ ദൈവം, ആലോചനയിൽ വലിയവനായ ദൈവം, ദൈവത്തോട് മറുതലിച്ച, ദൈവസഭയോട് മറുതലിച്ച, ഹല്ലേലൂയ, നാദാനെയും കോരകരെയും അവരുടെ പുത്രന്മാരെയും ഭാര്യമാരെയും എല്ലാം ഹല്ലേലൂയ ഭൂമി വായ്പളർന്ന് മെഴുകിക്കിടക്കുക. ആക്സിഡന്റിനകത്ത് അകപ്പെട്ട് ആമേ മാരക രോഗങ്ങൾക്ക് അടിമയായി മഹാമാരിക്കകത്ത് അകപ്പെട്ട് തകർന്നു പോകാതെ തകർക്കുന്നവന്റെ കയ്യിൽ നിന്നും വിടുവിക്കുന്നവനായി ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിച്ച് ജീവിക്കുവാൻ, നിത്യരക്ഷ സ്വന്തമാക്കി നിത്യജീവൻ അവകാശിയാക്കി ആമേ മാറ്റുവാൻ ദൈവം ഒരുക്കിയ രക്ഷയുടെ പദ്ധതിയെ നിരസിക്കാതെ തള്ളിക്കളയാതെ ഇന്ന് രാത്രി പാപത്തെ ഏറ്റുപറഞ്ഞുപേക്ഷിച്ച് ദൈവവൈതലായി ജീവിക്കുവാൻ സമർപ്പിക്കപ്പെടട്ടെ. വായിക്കാം 21. എന്നാൽ ഭീരുക്കൾ, അവിശ്വാസികൾ, അറക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ദുർനടപ്പുകാർ, ക്ഷുദ്രക്കാർ, വിംബാരാധികൾ എന്നിവർക്ക് ഭോഷ്ക് പറയുന്ന ഏവർക്കും ഓഹരി, തീയും ഗന്ധവും കത്തുന്ന പൊയ്കയും അത്രേ. അത് രണ്ടാമത്തെ ആ നാശകരമായ വിപത്തിന് ഓഹരിക്കാരാണ് നിത്യജീവൻ അവകാശിയായി മാറുവാൻ ഇന്ന് രാത്രി കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കാൻ പെടുവാൻ ഇന്ന് രാത്രി എത്ര പേർ ഹല്ലേലൂയ. അതേ ബൈബിളിൽ ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്ന ഹല്ലേലൂയ ആ സത്യ വചനത്തെ ആത്മാർത്ഥമായി അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകുവാൻ ശക്തരാണ്. ഹല്ലേലൂയ. ഇതാ ആമേൻ ദൈവം തന്നിൽ വിശ്വസിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നു. ഹല്ലേലൂയ. ഒന്ന് ഭാവിയിൽ എന്ത് ചെയ്യുന്നു? പ്രതിഫലം നൽകുന്നു. ഹല്ലേലൂയ. ആമേൻ. അത് ദൈവം വെളിപ്പെടുത്തുക. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം അതിന്റെ 6-ാം വാക്യം. ഇന്ന് രാത്രി വിശ്വാസം രണ്ട് കാര്യങ്ങൾ സത്യമാണെന്ന് വെളിപ്പെടുത്തുന്നു. വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങൾ നിശ്ചയമാണ്. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 44-ന്റെ 6-ാം വാക്യം. ഹല്ലേലൂയ. ഇസ്രായേലിന്റെ രാജാവായ യഹോവ അവൻ വീണ്ടെടുപ്പുകാരനാണ്. സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അറിയിച്ചു, ഞാൻ ആദ്യം അന്ത്യനുമാകുന്നു, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. ഇന്ന് രാത്രി ആദ്യനും അന്ത്യനും അൽഫയും ഓമയും ഇരുന്നവനും ഇരിക്കുന്നവരും വരുന്നവനുമായ ദൈവം സകല ജനത്തിന്റെയും ദൈവമല്ലോ. ആമേൻ. എനിക്ക് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? 45-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി സർവശക്തനായ ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ദൈവമക്കളെ വായിച്ചാൽ, ഞാൻ യഹോവയാകുന്നു, മറ്റൊരുത്തരുമില്ല, ഞാനല്ലാതെ ഒരു ദൈവവുമില്ല. നീ എന്നെ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. 18-ാം അധ്യായം 21-ാം വാക്യം. ഹല്ലേലൂയ. ഇന്ന് രാത്രി കേൾക്കപ്പെടുന്ന വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാണെങ്കിൽ നിശ്ചയമായും ദൈവത്തിന്റെ പ്രവൃത്തി ജീവിതത്തിൽ വെളിപ്പെടും. നിന്നിലൂടെ ദൈവ പ്രവൃത്തി വെളിപ്പെടുത്തുവാൻ ദൈവശക്തനാ. ആമേൻ. 18-ാം അധ്യായം. ഹല്ലേലൂയ. 40 ഹല്ലേലൂയ. ഇന്ന് രാത്രി ആമേൻ. നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കേൾക്കപ്പെട്ട വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുത്താൽ വിശ്വസിക്കുന്നവരുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി
ഹല്ലേലൂയ. സകല ജനത്തിന്റെ ദൈവമായ യഹോവയല്ലോ, എനിക്ക് കഴിയാത്ത വല്ല കാര്യമുണ്ടോ? അയ്യോ യഹോവേ, ഈ അനർത്ഥത്തിനകത്ത് നിന്ന്, ഈ പാപത്തിനകത്ത് നിന്ന്, ഈ ശാപത്തിനകത്ത് നിന്ന് ആമേൻ ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുകയാണ്. എന്റെ കൂടെയുള്ളവരെ ദുഷ്ടപിശാച് തകർത്ത് ഹരിപ്പണമാക്കിയിട്ടിരിക്കുകയാണ്. അവർ ബന്ധനത്തിലാണ്. എന്നാൽ ഇന്ന് രാത്രി ഇടിഞ്ഞു കിടന്ന യാഗമെടുത്ത് പുതുക്കിപ്പെടുന്ന് പ്രാർത്ഥിക്കുവാൻ മുഴങ്കാൽ മടക്കിയ ഏലിയാവിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ച സ്വർഗത്തിലെ ദൈവം, അതേ മോശയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി അയച്ച ദൈവം, ആമേൻ കണ്ണുനീരിന്റെ പ്രവാചകനായ യിരെമ്യാവിനെ ബലപ്പെടുത്തിയ ദൈവം, ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിന്നെ ബലപ്പെടുത്തുവാൻ ശക്തീകരിപ്പാൻ മതിയായവരാ. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ഹല്ലേലൂയ രക്ഷകനായ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് കർത്താവിന്റെ വരവിന് വേണ്ടി പ്രത്യാശയോടെ ജീവിപ്പാൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്നവർ, ഹല്ലേലൂയ ആമേൻ, അവന്റെ വരവിന് വേണ്ടി കാതോർക്കുന്നവർ, ഹല്ലേലൂയ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുറയ്ക്കുന്നവർ വരുവാൻ സമയമായി. ആമേൻ. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അവിടുത്തെ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം. വലിയവരും ഭയങ്കരമായ ആമേൻ ദൈവമാകുന്നവർ ഇന്ന് രാത്രി അവിടുത്തെ വചനത്തിലൂടെ കേൾപ്പിച്ചതിനായി സ്തോത്രം. അവിടുന്ന് അസാധ്യമായിട്ടൊന്നുമില്ല. ഇന്ന് രാത്രി കേൾപ്പിച്ച വചനത്തെ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് എല്ലാം ചെയ്യുവാൻ കഴിയുമെന്ന് തിരിച്ചറിഞ്ഞ് ഇന്ന് രാത്രി വിശ്വസിക്കുന്ന എല്ലാവരെയും ഹല്ലേലൂയ സഹായിക്കുവാൻ അങ്ങ് ശക്തരായ ദൈവമാകിയ ആമേൻ, അവിടുത്തെ കഴിവിന്, അവിടുത്തെ നിർദ്ദേശത്തിന്, അവിടുത്തെ ആമേൻ ആലോചനയെ ചോദ്യം ചെയ്യാതെ ഹല്ലേലൂയ ആമേൻ ജീവിതത്തിലെ ദുഷ്കരമായ സമയങ്ങളിൽ പോലും ഹല്ലേലൂയ നന്മയ്ക്കായി ഹല്ലേലൂയ പ്രവർത്തിക്കുന്നവരായ ദൈവത്തിന്റെ ആലോചനയെ ഏറ്റെടുത്തുകൊണ്ട് വരുംകാലങ്ങളിൽ ജീവിപ്പാൻ ഇന്ന് രാത്രി കേട്ട വചനത്തിന് മുമ്പാകെ സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പിതാവിന്റെ പുത്രൻ പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ ന്യായവിധിയിൽ ആമേൻ അവനവന്റെ പ്രവർത്തിക്ക് തക്കവണ്ണം പ്രതികരണം കൊടുക്കുന്ന ദൈവം പ്രതിഫലം വിധിക്കുമ്പോ രക്ഷിച്ചു പോകാതെ നിത്യതയിൽ ആമേൻ പ്രതിഫലം വാങ്ങി സന്തോഷിപ്പാൻ നിത്യകാലം കർത്താവിനോട് കൂടെ സന്തോഷത്തോടായിരിക്കാൻ ഇന്ന് രാത്രി സമർപ്പിക്കുന്ന എല്ലാവരെയും സ്വർഗം സഹായിക്കണമേ. ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിലെ കഷ്ടതകളെ വേദനകളെ നീക്കുവാൻ അങ്ങ് ശക്തരാണ്. ഞങ്ങൾക്ക് വേണ്ടുന്നതെല്ലാം അവിടെ നൽകുവാൻ അങ്ങ് ശക്തരായ ദൈവമാകിയാൽ ഇന്ന് രാത്രി എനിക്ക് വേണ്ടി, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ ആമേൻ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. വലിയ ദൈവ പ്രവർത്തിക്കാൻ എല്ലാവരെയും ഒരുക്കുമാറാകണമേ. എന്നിൽ വിശ്വസിക്കുന്നവർ ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യുമെന്ന് അന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇന്ന് രാത്രി മോശയിലൂടെ പ്രവർത്തിച്ച ദൈവം, യിരെമ്യാവിലൂടെ പ്രവർത്തിച്ച ദൈവം, ഏലിയാവിലൂടെ പ്രവർത്തിച്ച ദൈവം ആമേൻ ഇന്ന് രാത്രി സമർപ്പിക്കപ്പെടുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളിലൂടെ വൻ കാര്യങ്ങൾ ചെയ്യണമേ. അനേക നിത്യതയ്ക്ക് വേണ്ടി വേർതിരിപ്പാൻ ഉപയോഗിക്കണമേ. നാമത്തിന്റെ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിൻ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കണ്ടതിനായി സ്തോത്രം. അടിയങ്ങൾക്കായി കാൽവരി ജീവൻ അർപ്പിച്ച പൊന്നേശു കർത്താവിൻ നാമത്തിൽ താഴ്മ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണം അൻപുള്ള പിതാവേ. ആമേൻ. രാത്രിയിലെ വചന ശുശ്രൂഷ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. നിങ്ങൾക്കൊരു പ്രാർത്ഥന വിഷയം ഷെയർ ചെയ്ത് പ്രാർത്ഥിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ 9744703489 എന്ന നമ്പറിൽ അറിയിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ആമേൻ. നിങ്ങൾക്ക് ഇത് അനുഗ്രഹമായെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കൾക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക്, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഷെയർ ചെയ്യുക. മടിക്കരുത്, മറക്കരുത്. കാരണം ഒരാൾ ഭൂലോകത്തെക്കാൾ വിലയുള്ളതാണ്. കർത്താവ് വരാൻ സമയമായി. ലോകത്തിന്റെ അറ്റത്തോളം ഈ സുവിശേഷം എത്തിക്കുവാൻ ദൈവം നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ്. ഈ മീഡിയയിലൂടെ സുവിശേഷം അതിന്റെ തനിമ നഷ്ടപ്പെടാതെ, കലർപ്പില്ലാതെ ആമേൻ വിളിച്ചു പറയുന്നത് നിങ്ങൾ ഷെയർ ചെയ്യാൻ തയ്യാറായ നിശ്ചയമായും അത് അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലിനും കാരണമായി തീരും. ആമേൻ. ദൈവനാമം മഹത്വപ്പെടും. സ്നേഹതീരം ആമേൻ പ്രയർ ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ സെർച്ച് ചെയ്തിട്ടില്ലെങ്കിൽ സെർച്ച് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ബട്ടൺ അമർത്താത്തവർ ബെൽ ബട്ടൺ അമർത്തുക. സ്നേഹതീര പ്രയർ സെന്റർ അനുദിന ചിന്ത ആമേൻ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ആമേൻ കൂട്ടായ്മ കാണിച്ച എല്ലാവരെയും സ്വർഗത്തിലെ വലിയവനായ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ഷിജു ജോസ്. ശുഭരാത്രി. സ്നേഹതീരം പ്രയർ ഫാമിലി.